അബൂ സലമ പറഞ്ഞു കൊടുക്കുന്ന എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെട്ടു പോയാ അല്ലാഹുമ്മ അജ്റിനി ഫീ മുസീബത്തി വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. ഈ ദുആ നല്ലതാണ് പെണ്ണ്, ഈ ദുആ നീ ചൊല്ലണം. എന്താ ദുആന്റെ അർത്ഥം? അല്ലാഹുമ്മ അജ്റിനി ഫീ മുസീബത്തി, എനിക്ക് സംഭവിച്ചു പോയ വിപത്തിൽ നീ എനിക്ക് പ്രതിഫലം തരണേ അല്ലാഹ്. വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, ഇതിന് പകരം എനിക്ക് ഇതിനേക്കാൾ ഉത്തമമായത് പകരം തരണേ അല്ലാഹ്. എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാ, ആരെങ്കിലും വിലപിടിപ്പുള്ളവർ മരിച്ചു പോയാ, നിന്റെ സ്നേഹം നിന്റെ മനസ്സിന്റെ അകത്ത് സ്ഥാപിച്ചിരുന്ന കഥാപുരുഷന്മാർ ലോകത്തോട് വിട പറഞ്ഞ ഈ ദുആ വളരെ നല്ലതാണ്. അബൂ സലമ റളിയല്ലാഹു അൻഹു ഇത് പഠിപ്പിച്ചു കൊടുത്തു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ അതങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങി. എന്നിട്ടത് മനപ്പാടമാക്കി വെച്ചു. സുബ്ഹാനല്ലാഹ്. കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയി. ഉമ്മു സലമയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു. 4 മാസവും 10 ദിവസവും ഭർത്താവ് മരിച്ചാൽ യുദ്ധയിരിക്കണമല്ലോ. അങ്ങനെ യുദ്ധയിരിക്കുന്ന സമയത്ത് ഉമ്മു സലമ അല്ലാഹുവോട് ചൊല്ലിയ ദുആ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്ത് ഭർത്താവ് കൊണ്ട് പറഞ്ഞു കൊടുത്ത ദുആയാ, അല്ലാഹുമ്മ അജ്റിനി ഫീ മുസീബത്തി. എന്റെ ഭർത്താവ് പോയല്ലോ, അതൊരു ദുരന്തമാണ്, എന്റെ വിപത്താണ്, അതിലെനിക്ക് പ്രതിഫലം തരണേ അല്ലാഹ്. വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, അതിനേക്കാൾ ശ്രേഷ്ഠമായതിന് എനിക്ക് പകരം തരണ റബ്ബേ എന്ന് ബഹുമാനപ്പെട്ട ഉമ്മു സലമ ദുആറുന്നു. എന്നിട്ടോ ആ യുദ്ധയുടെ കാലാവധിയിൽ ദുആ ചെയ്യുമ്പോ ഉടനെ തന്നെ ഉമ്മു സലമ വിചാരിക്കാറുണ്ട്, ഇതിനേക്കാൾ നല്ലത് പകരം തരണമെന്ന് അള്ളാഹിനോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യാനാ? എന്റെ ഭർത്താവ് അബൂ സലമയേക്കാ ഏറ്റവും മിടുക്കനായ, ഏറ്റവും നല്ല ശക്തനായ ഒരു ഭർത്താവ് ലോകത്ത് വേറെ ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആരാണ് നീ എന്റെ അടുത്തേക്ക് വരിക? ഞാൻ ഒരുപാട് പ്രായമായി പോയല്ലോ. എന്നാലും ഈ ദുആ നബി തങ്ങൾ പഠിപ്പിച്ചതല്ലേ, അതുകൊണ്ട് ചെല്ലാം, അല്ലാഹു കൂലി തരുമെന്ന് പറഞ്ഞ് ചൊല്ലിക്കൊണ്ട് കരഞ്ഞിരുന്നു. ഫലമ്മൻ ഖലത്ത് ഇദ്ദത്തി, ഉമ്മു സലമയുടെ യുദ്ധ കഴിഞ്ഞപ്പോ ആ മഹദി പറയുന്നു, സഹാബത്തെ ഖതബനി റസൂലുള്ളാഹ്, ഖതബനി റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ ഉമ്മു സലമയെ വിവാഹം ആലോചിച്ചു ചെന്നു. ത്വാഹ റസൂലുള്ളാഹേ തിങ്കൽ ഹബീബുല്ലാഹേ, ത്വാഹ റസൂലുള്ളാഹേ തിങ്കൽ ഹബീബുല്ലാഹേ, ത്വയ്ബ പദീം ജീവേ തൗഹീദൊളി നീലാവേ, അർശിൻ കുർശിന്നു മതിപതി ഉടയോന്റെ ഹസനത്ത് ഉലകത്തിലുരച്ചപ്പുവേ, അർശിൻ കുർശിന്നു മതിപതി ഉടയോന്റെ ഹസനത്ത് ഉലകത്തിലുരച്ചപ്പുവേ, ത്വാഹ റസൂലുള്ളാഹേ തിങ്കൽ ഹബീബുല്ലാഹേ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ വിവാഹം ആലോചിച്ചപ്പോ ഉമ്മു സലമ ഞെട്ടിപ്പോയി. എന്റെ ഭർത്താവിനെക്കാളും എന്തുകൊണ്ട് യോഗ്യനാണ്, എന്റെ ഭർത്താവിനെക്കാളും എന്തുകൊണ്ട് എനിക്ക് ചേർന്നവനാണ്. പക്ഷേ റസൂലുള്ളാഹിയുടെ കൂടെ പ്രകാശമുള്ള ശരീരത്തിൽ ഒട്ടിക്കിടക്കുന്ന രാത്രിയിൽ പോലും തന്റെ ഭർത്താവിന് ഞാൻ മറന്നിട്ടില്ല. എന്താ കാരണമെന്നറിയോ? എന്റെ ഭർത്താവിനിക്ക് ഇൽമ പഠിപ്പിച്ചു തന്നോ എന്ന് ആ ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തെങ്കിലോ ഞാനും നിങ്ങളും മരിക്കുമ്പോ ഇല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോ തന്നെ ആത്മീയമായ അല്ലാഹുവിനെ സാക്ഷി നിർത്തിയുള്ള ഒരു സ്നേഹം എനിക്കും നിങ്ങൾക്കും കിട്ടുമോ? അങ്ങനെ കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥ ഒരു മുസൽമാന്റെ ജീവിതം പരിപൂർണമാവുന്നത് ഭാര്യയും പിന്നെ മക്കളും അവരുമായി ഒരു മനുഷ്യൻ ജീവിച്ചു തുടങ്ങുമ്പോഴാണ്.
നിക്കാഹിന് ഇസ്ലാമിൽ വളരെ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും വിഷയങ്ങളുടെ ഒത്തുതീർപ്പിന് വേണ്ടി മാത്രം അല്ലാഹു വെച്ചിരിക്കുന്ന ഒന്നല്ല ഈ വിവാഹം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു എങ്കിലും ഇസ്ലാം എപ്പോഴും ഒറ്റപ്പെടലിൽ നിന്നും മനുഷ്യനെ മാറ്റി നിർത്തുന്ന ഒരു മതമാണ്. സമൂഹമായി സമുദായത്തിൽ ഒത്തൊരുമയോടുകൂടി നിന്ന് മുന്നോട്ട് പോകണമെന്നുള്ള ആശയം ഇസ്ലാമിന്റെ തുടക്കം മുതൽ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതമാണ് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുവാനുള്ള പ്രവേശന കവാടമായി ഇന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്നു. ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയുണ്ടായി. നിക്കാഹ് കഴിഞ്ഞ് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ആയിഷ ബീവി റളിയല്ലാഹു തആല നോക്കുമ്പോൾ ഒരു പുതുമണവാട്ടിയുടെ സന്തോഷമൊന്നും ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയിൽ കാണുന്നില്ല. സാധാരണ നമ്മുടെയൊക്കെ വീട്ടിൽ കല്യാണം കഴിഞ്ഞാൽ പിന്നെ കുറെ നാളത്തേക്ക് പേരല്ലൂലിയും പൗഡറും പുതിയ പുതിയ ഡ്രസ്സുകളും, ളുഹറിന് ഒരു ഡ്രസ്സ്, അസറിന് ഒരു ഡ്രസ്സ്, 4 ബനിയൻ ഒരു ദിവസം, പിന്നെ സ്പ്രേ, ഇതൊക്കെ ഭയങ്കര സെറ്റപ്പാണ്. ഇത് ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, ഒരു പുതുമണവാട്ടിയും ഒരു മണവാളനും എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും യാത്ര ചെയ്യേണ്ടതുണ്ട്, അവരെ ഇവരെ കാണേണ്ടതുണ്ട്, സന്ദർശകരൊക്കെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോ എന്തായാലും ശാരീരികമായ രീതിയിലും മാനസികമായ രീതിയിലും ഒരു സന്തോഷം, പിന്നെ ഒരു കുടുംബ ജീവിതം തുടങ്ങിയ ഒരു സംതൃപ്തി. കല്യാണം കഴിഞ്ഞ് 1ാമത്തെ ദിവസമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ പുതുമണവാളന്റെ മുഖത്തൊക്കെ ഒന്ന് നോക്കിയാൽ ഒരു ചെറിയ ഉഷാറൊക്കെ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് റാഹത്താണ്, ഇല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്. അപ്പൊ അതൊരു പ്രത്യേകമായ ഉണർവാണ്. കുറെ ദിവസത്തേക്ക് പിന്നെ കല്യാണം കഴിയുമ്പോൾ നല്ല സന്തോഷമാണ്. ചിലരൊക്കെ ചോദിക്കാറുണ്ടല്ലോ, എന്തു പറ്റി കല്യാണം കഴിഞ്ഞ് 2-3 മാസമായിട്ടും നിന്റെ മുഖത്തൊന്നും ഒരു വെളിച്ചമില്ലല്ലോ, അത് ശരിയല്ലല്ലോ എന്നുള്ള അർത്ഥത്തിലാ ചോദ്യം. അത് ശരിയല്ല തന്നെയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോൾ ഒരു പുതുമണവാട്ടിക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു സന്തോഷവും ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയ്ക്കില്ല. അങ്ങനെ ചോദിച്ചു, പെണ്ണല്ലേ, പെണ്ണിനോട് കാര്യങ്ങൾ തിരക്കാം. ചോദിച്ചു, എന്താണ് പ്രശ്നം? എന്തോ ഒരു കാര്യമായ തകരാറുണ്ട്, എന്താണ്? ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞു, എന്റെ ഭർത്താവിന് പെണ്ണിനെ വേണ്ട, ആവശ്യമില്ല, എന്നോട് സംസാരിക്കുന്നില്ല, എന്റെ അടുത്ത് വന്നിരിക്കുന്നില്ല, എന്റെ കൂടെ കിടക്കുന്നില്ല, എന്റെ കൂടെ മിണ്ടുന്നില്ല, ഒന്നുമില്ല. രാത്രി ആയിക്കഴിഞ്ഞാൽ മൂപ്പരൊരു വലിയ അന്ന് നിസ്കരിക്കാൻ ഉപയോഗിക്കുന്ന അന്നത്തെ ഷീറ്റോ പായോ എന്താ കൊണ്ടുപോയി ഇബാദത്തും, പകൽ സമയമായി കഴിഞ്ഞ നോമ്പും, പിന്നെ രാത്രി ഖുർആൻ ഓതൽ, ഇതൊക്കെ തന്നെ പരിപാടി. പെണ്ണിന്റെ അടുത്ത് എന്തിനാ ഇവിടെ മണവറ വന്നിരിക്കുന്നത് എന്നുപോലും ചോദിക്കാൻ ആളില്ല. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ ചെയ്താൽ നമ്മുടെ ഭാര്യ ഉടനെ തന്നെ അടുത്തുള്ള ആരെങ്കിലും വിളിച്ചിട്ട് പറയും, ഭർത്താവിന് 1ാമത്തെ ദിവസം തന്നെ വാദ കൂടിയിരിക്കുകയാണ്, അതെങ്കിലും മൊയിലാരെ കൊണ്ടുവരാൻ. കാരണം ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ എന്തായാലും ഭർത്താക്കന്മാർ അങ്ങനെ ചെയ്യൂല എന്ന് പെണ്ണിനറിയാം. അങ്ങനെ പോകുന്നെങ്കിൽ കാര്യമായ തകരാറുണ്ട് എന്ന് പറയും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എല്ലാ പ്രശ്നത്തിനും പരിഹാരം അവിടെയാണല്ലോ. അള്ളാന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഉസ്മാൻ ഇബ്നു മൽഊൻ എന്ന് പറയുന്ന സഹാബിയെ അവിടെ നിന്ന് വിളിക്കണം, വിളിച്ചിട്ട് അങ്ങ് ആവശ്യപ്പെടണം, അങ്ങ് ചോദിക്കണം കുടുംബജീവിതത്തിന്റെ വിവരങ്ങൾ. ഇന്നുവരെ ഭാര്യയുടെ അടുത്ത് പോയിരുന്ന് സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിന്റെ ഹബീബ് വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്മാൻ, കുടുംബജീവിതത്തിന്റെ അവസ്ഥയൊക്കെ എങ്ങനെ പോകുന്നു? ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, സന്തോഷമായിട്ട് പോകുന്നു നബിയെ. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, രാത്രിയും പകലും നിന്റെ ഭാര്യയുടെ അടുത്ത് പോയി ഇരിക്കാൻ കഴിയാതെ നിനക്ക് ഇത്ര ഇബാദത്ത് എന്താണെന്ന് ചോദിക്കുമ്പോ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ പടച്ച റബ്ബിനെ പേടിക്കുകയാണ്. എന്റെ രാത്രിയുടെയും എന്റെ പകലിന്റെയും സമയം എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന് എന്റെ കരുണക്കടലാര പടച്ച റബ്ബ് എന്നോട് ചോദിച്ചാൽ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുത്തു എന്ന് പറയണമെന്ന് ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ കരുണക്കടലായ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അതുമിനു കമാ നുമിനു യാ ഉസ്മാൻ,
ഞാൻ വിശ്വസിക്കുന്ന മതത്തിലല്ലേ ഉസ്മാനെ നീ വിശ്വസിക്കുന്നത് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. അതായത് ഞാൻ വിശ്വസിക്കുന്ന ഇസ്ലാം, ഞാൻ വിശ്വസിക്കുന്ന പടച്ചറബ്, ആ പടച്ചറബിനെ അല്ലാതെ പിന്നെ ആരെയാണ് നീ വിശ്വസിക്കുന്നത്? ഏറ്റവും അധികം നിങ്ങളിൽ അള്ളാഹുവിനെ ഭയക്കുന്നത് ഞാനാണ്. ഏറ്റവും അധികം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് സമയം ചെലവഴിക്കേണ്ടത് ഞാനാണ്. ഞാൻ പോലും വിവാഹം കഴിച്ചല്ലോ, ഭാര്യാഭർത്തൃ ബന്ധം നടത്തുന്നല്ലോ. എന്നിട്ട് എന്തേ എന്നെക്കാളും വലിയ തഖ്വയുടെ പദവിയിലേക്ക് എത്താൻ നീ മോഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ആരംഭപ്പൂവായ നബി തങ്ങള് ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിന് ഒരു കൊച്ചുകുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ കുടുംബജീവിതത്തിന്റെ വ്യവസ്ഥകൾ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അന്നിക്കാഹു മിൻ സുന്നതി, നിക്കാഹ് എന്ന് പറയുന്നത് എന്റെ ശരിയാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിന് പോലും ഒരുപാട് പ്രതിഫലമുണ്ട്. ഒരാൾ കുടുംബജീവിതം നയിച്ചുകൊണ്ട് ഭാര്യയെ നോക്കിക്കൊണ്ട് ഭാര്യയ്ക്ക് വേണ്ടി ജോലി ചെയ്ത് ചെലവ് കൊടുത്തുകൊണ്ട് മക്കളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മക്കളെ വളർത്തിയിട്ട് ഒരു വഖത്ത് പോലും മുടങ്ങാറ് ചുറ്റുമൂല പള്ളിക്കകത്ത് വന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ നിസ്കാരത്തിന് കിട്ടുന്ന പ്രതിഫലമുണ്ടല്ലോ. നിക്കാഹ് വേണ്ട, ഭാര്യ വേണ്ട, മക്കള് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്ന മനുഷ്യന്റെ ഇബാദത്തിനേക്കാളും അള്ളാഹു പ്രതിഫലം കൂടുതൽ കൊടുക്കുന്നതാ. അതുകൊണ്ട് നിക്കാഹ് കഴിക്കണം. വമാഫിൽ ജന്നതി അഹ്സബ്, സ്വർഗ്ഗത്തിൽ അവിവാഹിതരെ ഇല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ചവര് മാത്രമേ സ്വർഗ്ഗത്തിൽ പോകൂ എന്നല്ല അർത്ഥം. സ്വർഗ്ഗത്തിൽ ആര് കടന്നാലും അള്ളാഹ് സമ്മാനമായിട്ട് പെണ്ണിനെ കൊടുക്കും. ആര് കടന്നാലും സമ്മാനമായിട്ട് അള്ളാഹു പെണ്ണിനെ കൊടുക്കും. കാരണം സുഖം പരിപൂർണതയിലേക്ക് എത്തണമെങ്കിൽ പെണ്ണ് വേണം. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ കടന്നല്ലോ. സ്വർഗത്തിൽ കടന്നു, നല്ല പലവർഗ്ഗങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ചു വന്നപ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു നിരാശ. അള്ളാഹ് ചോദിച്ചു, എന്താ ഒരു ലേഡി കൂടി ഉണ്ടായിരുന്നെങ്കിൽ സംഭവം റാഹത്തായ. വേണമല്ലോ, പെണ്ണ് വേണം. പിന്നെ എന്ത് ജീവിതമാ? നല്ലൊരു വാഹനം, വാഹനത്തിലൊരു സോലിഹത്തായ പെണ്ണാണെങ്കിൽ അൽഹംദുലില്ലാ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എപ്പോഴും ടയർ പഞ്ചറാവും. വഴിയിലിറങ്ങണം, പിന്നെ വണ്ടി തള്ളണം, ടയർ ഒട്ടിക്കണം. എരണംകെട്ടോളയും കൊണ്ട് ഇറങ്ങി പെരുമഴയും ഇടിയും മിന്നലും. ഏത് പുതിയ വണ്ടിയാണെങ്കിൽ എപ്പോൾ വഴിയിലാന്ന് ചോദിച്ചാൽ മതി. ബറക്കത്തുള്ള പെണ്ണാണെങ്കിലോ പഞ്ചറായാലും കിലോമീറ്ററുകളോളം ഓടിക്കൊണ്ടിരിക്കുക. അതാ പെണ്ണിന്റെ പവർ. അതാ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, എരണക്കേടെന്ന് പറയുന്നത് മൂന്ന് കാര്യത്തിലാണ് എരണക്കേടുള്ളത്. ബറക്കത്ത് കേട് സാധാരണ വരാൻ സാധ്യതയുള്ളത് മൂന്ന് കാര്യത്തിലാണ്. ഒന്ന് ഫിൽ ബൈത്തി ഫിദ്ദാരി, വീട്ടിലാണ്. രണ്ട് ഫിൽ മർഅതി, പെണ്ണിലാണ്. മൂന്ന് ഫിസ്സയ്യാറ ഫിൽ മർകബി, മൂന്ന് വാഹനത്തിലാണ്. മൂന്ന് കാര്യത്തിൽ എരണക്കേടുണ്ടെന്ന്. ഒരു വീടിൽ താമസം തുടങ്ങി ഒന്നാമത്തെ ദിവസം തന്നെ മിന്നൽ വന്നു, എല്ലാം അടിച്ചുപോയി. രണ്ടാമത്തെ ദിവസം നോക്കുമ്പോൾ വീടിന്റെ ഒരു സൈഡ് ഇടിഞ്ഞു വീണു. മൂന്നാമത്തെ ദിവസം നോക്കുമ്പോൾ എല്ലാവർക്കും രോഗമാണ്. അങ്ങനെ എന്നും ബുദ്ധിമുട്ടും വിഷമവും പ്രയാസവുമാണ്. ഈ പരാതിയുമായി അള്ളാന്റെ ഹബീബിന്റെ അടുത്ത് വന്ന സഹാബത്തിനോട് നബി തങ്ങൾ പറഞ്ഞത്, ആ വീട് അങ്ങ് വിറ്റ് കളയാനാവും, അത് മാറ്റിയിട്ട് നല്ല വേറൊരു വീട്ടിൽ താമസിക്കും, ഒരു ബറക്കത്തുള്ള. അതങ്ങനെയുണ്ട് ഇസ്ലാമിൽ. റോഡിലാണ് കസേര, റോഡിലാണ് കസേരയാണ്. റോഡിലിടല്ലേ. രണ്ടാമത്തത് പെണ്ണിലാണ്. പെണ്ണിലും അങ്ങനെ തന്നെയാണ്. മൂന്നാമത്തെ വാഹനം ഒരു വാഹനം എടുത്തു, പുതിയ വാഹനമാണ്. എടുത്തുകൊണ്ട് വന്നപ്പോൾ തന്നെ ഓടയിൽ ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു. പിന്നെ കൂട്ടുകാരെല്ലാം കൊണ്ട് തള്ളിക്കയറ്റി അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ ഒരാണി കയറി ടയർ പോയി. പിന്നെ ടയർ മാറ്റിയിട്ട് കുറച്ചങ്ങോട്ട് പോയപ്പോൾ ലൈറ്റ് ഇളവി വീണു. ഇതിങ്ങനെ എന്നും ഇത് തന്നെ പരിപാടി. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ വാഹനം പിന്നെ വെച്ചുകൊണ്ടിരിക്കേണ്ടത് കൊടുത്തിട്ട് വേറൊരു വാഹനം. പെണ്ണിന്റെ വിഷയവും അങ്ങനെ തന്നെയാണ്. പെണ്ണിന്റെ വിഷയവും അങ്ങനെ തന്നെയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരുമ്പോൾ മകൻ വീട്ടിലില്ല. തന്റെ പ്രിയപ്പെട്ട മരുമകളെ നോക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതെന്തെന്നറിയോ?
എന്റെ പൊന്നുമോൻ വരുമ്പോ പറയണം, വീടിന്റെ വാതിൽപ്പടി ശരിയല്ല, വീടിന്റെ കട്ടള ശരിയല്ല, അതൊന്ന് മാറ്റിവെക്കാൻ വാപ്പ വന്ന് പറഞ്ഞിട്ട് പോയെന്ന് പറയണം മോളെ. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വന്നപ്പോ ഭാര്യ പറഞ്ഞു, ഉപ്പ വന്നിരുന്നു, വന്നിട്ട് വീടിന്റെ വാതിൽ ശരിയല്ല, മാറ്റാൻ പറഞ്ഞു. ഇസ്മായിൽ നബി പറഞ്ഞു, നിന്നെ ഞാൻ തൊലാഖില്ലിരിക്കുന്നു. വാതിൽ മാറ്റാൻ പറഞ്ഞപ്പോ തലാഖില്ലിരിക്കും. തേക്കിൻ്റെതാണെങ്കിലും തലാഖില്ലിരിക്കും, എത്ര പോളീഷ് ഉള്ളതാണെങ്കിലും തലാഖില്ലിരിക്കും. കരുനാഗപ്പള്ളി കായംകുളത്തൊക്കെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ശരിക്കും സാധനം കിട്ടണ്ട. പുറകിൽ ആ പന്തലിന്റെ ഭാഗത്തുള്ള ബൈക്കുകളൊന്ന് മാറ്റി ഏതെങ്കിലും സൈഡിലേക്ക് മാറ്റി വെച്ചു കൊടുത്താൽ കുറച്ച് നിൽക്കുന്നവരവിടെ വന്നിരിക്കും. സദസ്സ് അൽഹംദുലില്ലാ റാഹത്താകും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് അതിലൊന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞ് ബൈക്ക് എടുക്കാൻ എഴുന്നേറ്റ് പോകുന്നവരുടെ സീറ്റിൽ പിന്നെ വേറെ ആൾ വന്നിരിക്കരുത്, അത് പൊരുത്തക്കേടാണ്. ബിസ്മില്ലാ. അപ്പൊ നിക്കാഹ് കഴിക്കൽ ഇസ്ലാമിൽ ആവശ്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്, ഈ മുസ്ലിം യുവജന വേദിയിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും മിക്കവാറും അവിവാഹിതരാണ്. അപ്പൊ അവരുടെ കല്യാണം ഒന്ന് നടക്കാൻ വേണ്ടിയായിരിക്കും മിക്കവാറും ഈ വിഷയം എനിക്ക് തന്നത്. അവരുടെ വാപ്പായും ഉമ്മായൊക്കെ വന്നിരുന്ന് എന്തായാലും വാള് കേൾക്കും. ഇത്രയും കഷ്ടപ്പെട്ട് പൈസയും പിരിച്ച് നമ്മളൊരു പരിപാടി വെക്കുമ്പോൾ നമ്മളെ കല്യാണമെങ്കിലും നടക്കട്ടെ ഉസ്താദ്, നിങ്ങളെത്തി കല്യാണത്തിന്റെ കാര്യം ഗൗരവത്തോടെ പറഞ്ഞു കൊടുക്കുക. നമ്മൾ എത്രയെന്നും പറഞ്ഞ് ഈ മൊബൈലിന്റെ ക്ലിപ്പും കൊണ്ട് ഇങ്ങനെ നടക്കും. എല്ലാം പ്രശ്നമാണ്. ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടെങ്കിൽ ഒരു ദിവസമേ ഉള്ളൂ, അത് മാത്രമല്ല ഇപ്പൊ 2 മണിക്കൂറല്ലേ പറയാനും പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ വിഷയങ്ങളിലേക്ക് എല്ലാം കടന്നു ചെല്ലാൻ പറ്റൂല, എങ്കിലും ഒന്ന് തുടങ്ങി വെക്കാം, അത്രേ പറ്റുള്ളൂ. കുടുംബജീവിതമൊക്കെ ഒരു 4-5 ദിവസം കിട്ടിയേ പറ്റുള്ളൂ. റമദാൻ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് കായംകുളത്ത് നമ്മൾ പരിപാടി 4 ദിവസത്തെ പരിപാടി ചേർത്തുകൊണ്ട് കുടുംബജീവിതം പറയുന്നുണ്ട്. അന്ന് ഓരോ ദിവസം കാര്യമായിട്ട് പറയുന്നു. ഇപ്പൊ ഏതായാലും എല്ലാം ഒന്ന് ഉൾക്കൊള്ളിച്ച് നമുക്ക് പോകാം. അപ്പൊ സ്വർഗത്തിലേക്ക് ആര് കടന്നാലും അല്ലാഹു ജല്ല സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ കൊടുക്കുന്നവർക്ക് സമ്മാനമാണ്, കടക്കുന്നവർക്ക് കൊടുക്കുന്ന സമ്മാനം. വഹൂർനീൻ കംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ, തെറിച്ചു വീണ മുത്തുകളെ പോലെയുള്ള, മാണിക്യത്തെ പോലെയുള്ള, പവിടങ്ങളെ പോലെയുള്ള, പവിടമുത്തുകളെ പോലെയുള്ള സുന്ദരികളായ പെൺകുട്ടികളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു സമ്മാനമായി കൊടുക്കുന്നതാ. അത് പറയുമ്പോൾ ഈ ചുറ്റുമൂലയുടെ പരിസരത്തുള്ള ചില ഉപ്പമാര് 90 ചെന്ന 95 ചെന്ന 80 ചെന്ന 85 ചെന്ന ഉപ്പമാര് മനസ്സുകൊണ്ട് പറയും, ഉസ്താദേ നമ്മുടെ വിചാരങ്ങളൊക്കെ കെട്ടടങ്ങിയിരിക്കുകയാണ്, നമ്മൾ മരണപ്പെട്ടു പോയിട്ട് ഇനി നമ്മൾ പരലോകത്ത് വന്ന് സ്വർഗമാണ് കിട്ടുന്നതെങ്കിൽ ഈ 90-ാം വയസ്സിൽ സ്വർഗത്തിലെ പെണ്ണിനെ കിട്ടിയിട്ട് എന്തിനാണ് ഉസ്താദ് എന്ന് ചോദിക്കുന്ന ഉപ്പ ആശങ്കപ്പെടണ്ട. സ്വർഗത്തിലേക്ക് കിടക്കുമ്പോ അല്ലാഹു നിനക്ക് ആംബിയർ തരികയാ. സ്വർഗത്തിൽ കിടക്കുമ്പോ എല്ലുന്തിയ നിന്റെ ശരീരം അല്ലാഹു മാറ്റുകയാണ്, കുടിഞ്ഞുപോയ നിന്റെ കണ്ണുകളെ അല്ലാഹു മാറ്റുകയാണ്. രക്തത്തിളപ്പുള്ള പരിശുദ്ധമായ 30-ന്റെ പ്രായമായിരിക്കും അല്ലാഹു നിനക്ക് തരുന്നത്. പക്ഷേ വയസ്സാകാലത്ത് പള്ളിയിൽ വന്ന് ഫസാദ് പറഞ്ഞ് ഫിത്നയുണ്ടാക്കാറ്, നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോയി സ്റ്റാർ സിംഗറിന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കാറ്, തസ്ബീഹ് എടുത്ത് ദിക്ർ ചൊല്ലി ഖബറിനെ ഓർത്ത് കരഞ്ഞുകൊണ്ട് കിടന്നിറങ്ങുന്ന വാപ്പാക്കാണ് ഇങ്ങനെ പവർ കൊടുക്കുന്നത്. അല്ലാത്ത വാപ്പ എല്ലുകൊണ്ട് തന്നെ നരകത്തിൽ കിടന്നെരിയേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ ലോകത്തിരുന്ന് മരണപ്പെടുമ്പോ തന്നെ റഹ്മത്തിന്റെ മാലാകമാരും ഹൂർലീങ്ങളും ഇവന്റെ റൂഹ് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ അവന് കൊടുക്കാൻ വെച്ചിരിക്കുന്ന സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ആ ഒരു വിഭാഗത്തെ കുറിച്ചാണ്. വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. എപ്പോഴാണ് വിവാഹം കഴിക്കേണ്ടത്? ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെയുള്ളത്. വിവാഹം കഴിക്കാത്തവർ ഒന്ന് കൈപൊക്കി. അല്ലാഹു അക്ബർ. മതി. എന്റെ പടച്ചോൻ, ഇത് മദ്രസയിൽ സുന്നത്ത് കല്യാണം കഴിയാത്തവര് കൈവയ്ക്കെന്ന് പറഞ്ഞാണ് കൈപോയി. ഒറ്റ എണ്ണം പെണ്ണ് കെട്ടിയിട്ടില്ല. എല്ലാം ഡിമാൻഡ് കൂടട്ടെ എന്ന് പറഞ്ഞിരിക്കുക. 2 കൊല്ലം കൂടെ കഴിയട്ടെ ഉസ്താദേ, പുതിയ വണ്ടിയൊക്കെ ഇറങ്ങട്ടെ. ഉണ്ടായില്ല
അതൊക്കെ ഇറങ്ങി അതൊക്കെ അങ്ങോട്ട് അച്ചാരം വാങ്ങിച്ച് അതിലിരുന്ന് ഇങ്ങനെ ഗ്ലാസ് ഒക്കെ ഇട്ട് വേസ്റ്റ് കളയാൻ വേണ്ടി മാത്രം ഗ്ലാസ് ഇതാക്കുക. ഫുൾ AC. ഡിമാൻഡ് കൂടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സമയം 18 കഴിഞ്ഞാൽ പിന്നെ താമസിക്കേണ്ടെന്ന് നിങ്ങൾ പറയും. ഉസ്താദ് ഒരു വീടൊക്കെ വെച്ചിട്ടാകാം, ഇച്ചിരി പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തിനാ പെൺകുട്ടികളെ കണ്ണീര് പിടിപ്പിക്കുന്നത്, അതുകൊണ്ട് ഇത്തിരി പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ നീണ്ടു പോയില്ല, നടക്കൂല. സമയമായാൽ വാപ്പാന്റെ അടുത്ത് നേരിട്ട് പോയിട്ട് പറയാ, വാപ്പാ സംഭവം എനിക്കൊരു വിവാഹം കഴിക്കണം. വാപ്പ പറ, ഞാൻ കഴിച്ചതിന്റെ സങ്കടം ഇതുവരെ മാറിയതിന് നിനക്ക്. വാപ്പ ഇതൊക്കെ പറയും. നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ അറിയുന്ന നമ്മളാ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വിവാഹം കഴിക്കുന്നതിനുള്ള സമയമെത്തിയാൽ എന്ന് പറഞ്ഞാൽ ആ പെണ്ണിനെ നോക്കുവാനുള്ള കഴിവനിക്കുണ്ട്. ആ പെണ്ണിന്റെ വിചാരങ്ങള് പൂർത്തീകരിച്ചു കൊടുക്കുവാനുള്ള ആരോഗ്യപരമായ കഴിവും പട്ടിണിയില്ലാതെ, പരിവട്ടമില്ലാതെ, പരാതിയില്ലാതെ പെണ്ണിന്റെ ചെലവ് നടത്തുവാനുള്ള സാമ്പത്തിക ശേഷി എനിക്കുണ്ട് എന്ന് ബോധ്യമായ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫല്യതസവ്വജ്, അവൻ വിവാഹം കഴിച്ചുകൊള്ളട്ടെ. ആ സമയമാണ് നബി തങ്ങൾ പറഞ്ഞത്. ആ സമയമായാൽ പിന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, അളയാ ഞാൻ എന്തായാലും പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചു. അപ്പൊ അവര് പറഞ്ഞു, എടാ നോക്കടാ, നല്ല നമ്മള് ഷാനവാസിന്റെ കല്യാണത്തിന് പോയപ്പോ കണ്ടായിരുന്ന പെണ്ണിന്, ഓ അതാടാ പെണ്ണ്, അന്വേഷിക്കളയോ, നോക്കണം, കുറേ നോക്കണം, ഒരുപാട് കാണണം, കണ്ടിട്ട് അവസാനം സെലക്ട് ചെയ്യണം ഒന്ന്. അതാണ് നമ്മൾ ആ വിഷയത്തിൽ തോറ്റുപോകാൻ പാടില്ല. അങ്ങനെ ഒരുപാട് പെണ്ണുങ്ങളെ കണ്ട്, പാവപ്പെട്ട പെണ്ണുങ്ങളെ വീട്ടിൽ പോയിരുന്ന് പെണ്ണ് കണ്ട് കൂട്ടുകാരിങ്ങനെ പുതിയാപ്പിള ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ കൂട്ടുകാരിങ്ങനെ നല്ലവരെ നോക്കും. എന്നിട്ട് യവൻ ചോദിക്കും, അപ്പോൾ കൂട്ടുകാർ ഇങ്ങനെ ആക്കിയാൽ കല്യാണം ഓക്കെ, കൂട്ടുകാരാക്കണം, ഇല്ലെങ്കിൽ നടക്കൂല, ഇല്ലെങ്കിൽ കല്യാണം നടക്കില്ല, അത് പൊളിഞ്ഞത് തന്നെ. ഇറങ്ങിയിട്ട് പറയും, പെണ്ണിന് മൂക്ക് നീണ്ടുപോയി, അതുപോലെ മുടി കുറവാണ്, മുടി ഇങ്ങ് കാലിൽ തട്ടണം എന്നൊക്കെ പറഞ്ഞ് പറ്റൂല എന്ന് പറഞ്ഞ് തിരിച്ചു. അങ്ങനെ ഒരുപാട് പെൺകുട്ടികളെ കണ്ടു. ഈ മംഗലാപുരം ഭാഗത്തൊരു സഹോദരൻ അങ്ങനെ പാവപ്പെട്ട ഒരുപാട് പെണ്ണിനെ കണ്ടു. ഗ്ലാമർ പോരാന്നൊക്കെ പറഞ്ഞ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു മാറി അവസാനം ഇഷ്ടപ്പെട്ട ഗ്ലാമറൊക്കെ ഒന്നിനെ കിട്ടി. സുബ്ഹാനല്ലാഹ്. അതിന്റെ കോലം എന്തെന്നറിയും? അതാ ഗ്ലാമർ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചെരുപ്പെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ കൂസി വെള്ളം കൊണ്ടുവയ്ക്കും. പശുവിനെ അഴിച്ചു വിടാൻ പറഞ്ഞാൽ വാപ്പാക്ക് തൈലിട്ട് ഇടയിൽ കൊടുക്കുക, ജോലി. നല്ലതുപോലെ ചെവിയും കെട്ടുകൂടെ സ്ഥിരബുദ്ധിയില്ല. വല്ലാഹിയൊക്കെ ഞാൻ പറയാം, ഇന്നും ആ സഹോദരൻ സങ്കടത്തില്ല. സ്ത്രീധനവും അച്ചാരവും നാട്ടിൽ കിട്ടാവുന്നതിനപ്പുറമാണ് വാങ്ങിയത്. പക്ഷെ എന്ത് ചെയ്യാം? സോലിഹത്തായ പെണ്ണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിവാഹം കഴിച്ചില്ല എന്ന് പറഞ്ഞ് കൈ ഉയർത്തി കാണിച്ച എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സോലിഹത്തായ ഒരു പെണ്ണിനെ നിനക്ക് അല്ലാഹു തന്നാൽ അത് ഏറ്റവും വലിയ പടച്ച റബ്ബിന്റെ ഏറ്റവും വലിയ സമ്മാനമാണ്. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിൽ എന്ത് സുഖമാണ്. സ്ഥലത്ത് യാത്ര പോകുമ്പോഴും ഭാര്യയെ വിളിക്കുമ്പോ ആ സംസാരം കേൾക്കുമ്പോ എന്ത് സന്തോഷമാണ്. വീട്ടിലേക്ക് വരുമ്പോ തന്റെ പ്രിയതമയെ കാണുമ്പോൾ എത്ര റാഹത്താണ്. ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും സങ്കടമില്ലാതെ, പണക്കുറവുണ്ടെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും എല്ലാം തന്റെ പ്രിയപ്പെട്ട സ്വാലിഹത്തായ ഭാര്യയുടെ അടുപ്പം കൊണ്ട് മാറിപ്പോകുന്നു. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ, അദ്ദുനിയാ കുല്ലുഹാ മതാ വഖൈറു മതാഇ ദുനിയാ അൽ മർഅതു സ്വാലിഹാ. ദുനിയാവിലെ ഏറ്റവും വിലപിടിപ്പുള്ള നിധി ഏതെന്നറിയുമോ? ദുനിയാവിൽ എത്ര വില കൊടുത്താൽ കിട്ടാത്ത നിധി ഏതെന്നറിയോ? ആരംഭപ്പൂവായ നബി തങ്ങൾ തന്റെ നുബുവത്തിന്റെ നാവ് കൊണ്ട് ലോകത്തെ പഠിപ്പിക്കുന്നു, അൽ മർഅതു സ്വാലിഹാ, അത് സ്വാലിഹത്തായ പെണ്ണാണ്. സ്വാലിഹത്തായ പെണ്ണെന്ന് പറഞ്ഞാൽ ആരാ എന്റെ പ്രിയപ്പെട്ടവര്? പർദ്ദയിടുമ്പോ എന്ന് നബി തങ്ങൾ പറഞ്ഞില്ല, തലമറയ്ക്കുന്നവളെന്ന് നബി തങ്ങൾ പറഞ്ഞില്ല. പിന്നെയോ ഇദാ നളറ ഇലൈഹാ
സർറത്തുഹാ. ആ പെണ്ണിന്റെ മുഖത്തേക്ക് അവനങ്ങ് നോക്കുമ്പോ അവന് വല്ലാത്ത സന്തോഷം വരികയാണ്. ആ പെണ്ണിന്റെ മുഖത്ത് നോക്കുമ്പോ അവന്റെ മനസ്സിന് വല്ലാത്ത സന്തോഷം വരികയാണ്. ഇടം മറക്കുന്നു, കടക്കടി മറക്കുന്നു, കഷ്ടപ്പാട് മറക്കുന്നു, ദുഃഖവും ദുരന്തവും ദുരിതവുമില്ല പാടേ പറന്നകലുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ മുമ്പ് വന്ന് നിൽക്കുന്ന ഭാര്യയുടെ മുഖം കാണുമ്പോ സങ്കടം മറക്കുന്ന ഭർത്താക്കന്മാര് ഈ ചുറ്റുമൂലയുടെ പരിസരത്തുണ്ടോ? പ്രയാസം കാരണം വീട്ടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ തന്റെ ഭാര്യയുടെ മുഖം കാണുമ്പോ എല്ലാ സങ്കടങ്ങളും മറന്നുപോയി അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഭർത്താവ് ഈ മജ്‌ലിസിലുണ്ടോ? പ്രിയപ്പെട്ടവരെ, വലിയ കഷ്ടപ്പാടാ. പണത്തിന്റെ പിന്നാലെ, സുഖത്തിന്റെ പിന്നാലെ, ആഡംബരത്തിന്റെ പിന്നാലെ പിടിച്ച നാരകളെ പോലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന സമുദായത്തിന്റെ പിന്തിരികൾ ഇന്ന് അഹങ്കാരത്തിന്റെ മൂർത്തീഭാവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭർത്താവ് അയച്ചു കൊടുക്കുന്ന പണം കൊണ്ട്, നോട്ടുകെട്ടുകളെ കൊണ്ട്, ഐഹീലിന്റെ ചെരിപ്പിട്ടുകൊണ്ട്, നെറ്റിന്റെ ചുരിദാറിട്ടുകൊണ്ട് കരിനാഗപ്പള്ളിയിലും ചുറ്റുമൂലയിലും കാമുകന്മാരുടെ പിന്നാലെ പറവകളെ പോലെ പറന്നു നടക്കുമ്പോ കുടുംബജീവിതത്തിന്റെ ഗൗരവം തകർത്തടുക്കിക്കളഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നാളെ പരലോകത്തുണ്ടല്ലോ ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ, ഭർത്താവിന്റെ പൊരുത്തക്കേടോടുകൂടി മരിച്ച ഒരു പെണ്ണിന്റെ ഒരു നന്മയുടെ പ്രതിഫലം പോലും അല്ലാഹു തരുമെന്ന് കരുതണ്ട. നീ ഹൂർലിന്റെ വെറുതെ ഇട്ടാലും, ലാമിയാടെ വെറുതെ ഇട്ടാലും, നീ ഏത് വെറുതെ ഇട്ടാലും, എത്ര മനോഹരമായി തലമറച്ചാലും, ഏത് അതിന്റെ സരസിൽ വന്ന് കള്ളക്കണ്ണീരൊഴുക്കിയാലും, പെങ്ങളെ, വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ഭർത്താവിന്റെ നൊമ്പരമറിയാറ് പാതിരാ സമയത്ത് ടെറസിന്റെ മുകളിൽ ഇളം തെന്നലേറ്റുകൊണ്ട് മൊബൈലിലൂടെ കാമുകന്മാരോട് സംസാരിച്ചുകൊണ്ട് കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് സമയം കളഞ്ഞ പെണ്ണേ, നീ മരണപ്പെടുന്നത് മുതൽ അവിടെ അങ്ങോട്ട് പിന്നെ നരകത്തിന്റെ ചൂടാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഭാര്യയും ഭർത്താക്കന്മാരും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനുണ്ട്. വിവാഹ ജീവിതമെന്ന് പറയുമ്പോൾ ഏറ്റവും അധികം ഇന്ന് വിപണിയിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ പ്രസിദ്ധീകരണങ്ങൾ. ഒരുപാട് രാഷ്ട്രദീപിക, സിനിമാ നാനാവാരിക, വെള്ളി നക്ഷത്രം പോലെയുള്ള സിനിമാ വാരികകൾ, അതുപോലെ മനോരമയും മംഗളവും മറ്റ് ആഴ്ച പതിപ്പുകൾ, ഇതെല്ലാം എന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന സിനിമാ ലോകത്തിന്റെ ചർച്ച. മഴപൊടിയാണോ? തിരുവനന്തപുരം മുതൽ കൊല്ലം വരെ ഈ ആഴ്ച എന്ന് നിൽക്കൂലെന്ന് തോന്നുന്ന മഴയാണ്. ഭയങ്കര മഴ. ഞാൻ എത്ര പ്രാവശ്യം ഇവിടെ വിളിച്ച് ചോദിച്ചു വരട്ടെ എന്ന്. അപ്പൊ അവര് പറഞ്ഞു ഇവിടെ മഴയില്ലാന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ മഴ ഇങ്ങോട്ട് വരികയാണെന്ന് തോന്നിയിട്ട് ആ ഭക്ഷണം പോലും കഴിക്കാതെ വന്നു പറഞ്ഞാൽ ഞാൻ കയറിയത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഉള്ള സ്ഥല സൗകര്യത്തിൽ എല്ലാവരും ഒതുങ്ങിയിരിക്കുക. അള്ളാഹു നമുക്ക് അന്തരീക്ഷം അനുകൂലമാക്കി തരട്ടെ. വലിയ മഴയാ. കൊല്ലം ചവറ ഭാഗം വരെയും വലിയ മഴയും ഇടിയും മിന്നലും ഒക്കെ. ഒരുപാട് വൃക്ഷങ്ങളൊക്കെ പുഴുതു വീണു എന്ന് വരെ പലരും വിളിച്ചു പറഞ്ഞു. അള്ളാഹു നമ്മുടെ അന്തരീക്ഷം നമുക്ക് അനുകൂലമാക്കി തരട്ടെ. ദുആ ചെയ്യാൻ മാത്രമേ പറ്റൂ. ബാക്കിയൊക്കെ റബ്ബിന്റെ കയ്യിലാണ്. ഏതായാലും വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഉള്ള സമയം നമുക്ക് പാഴാക്കണ്ട. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിക്കാഹ് വെറും ഒരു കളിതമാശയല്ല. നമ്മൾ കരുതുന്ന പോലെ ഇതിനകത്ത് സിനിമാ നടന്മാരും നടികളും ഒക്കെ ചർച്ച ചെയ്യുന്നത് പോലെയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്ന നടിയെ ഒരു സിനിമാ നടൻ വിവാഹം കഴിച്ചാൽ അവരുടെ കുടുംബജീവിതം സമാധാനപരമാണ് എന്ന് പറയുന്നത് വെറും മണ്ടത്തരമാണ്. അതെങ്ങനെയാണ് കഴിയുക? സമാധാനമായിട്ട് അവർക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? നിങ്ങൾ ആലോചിച്ച് നോക്കി. കഴിയില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. സിനിമാ ലോകം പോട്ടെ, ആൽബം ഉണ്ടല്ലോ, ആൽബം. നമ്മുടെ ഇന്നെല്ലാവർക്കും ഇഷ്ടം അതല്ലേ. നബിദിനത്തിന് കലാപരിപാടി നടത്തിയവരെ നമ്മുടെ കുഞ്ഞുമക്കൾ പാടുന്നത് ആൽബത്തിലെ പാട്ട്. ഉസ്താദുമാര് മാർക്കിടാൻ വേണ്ടി വലിയ തലയെക്കെട്ടും തൊപ്പിയെക്കാട്ട് പോയിരുന്നിട്ട് ജസ്റ്റ് കോഡ് നമ്പർ 1 2 3 മുഹമ്മദ് കുഞ്ഞിന്റെ മകൻ സുബൈർ വരട്ടെ, അവൻ കയറി അസ്സലാമു അലൈക്കും, കാച്ചിക്കൂറിക്കി വെച്ച പാലാണോ അവിടെ. അപ്പൊ ഉസ്താദ് വിചാരിക്കും നബിയെ കുറിച്ചാണ്, കാച്ചിക്കുറുക്കി വെച്ച പാൽ. നല്ല സാഹിത്യം. കാനനവനിയിലെ തേനാണോ? ഓഹോ, അൽഹംദുലില്ലാഹ്, എന്തോ ഒരു ഈമാൻ. കാമിനി നിൻചിരിയേതാണ്? മുസ്ലിയാർ ഇങ്ങനെ ഇരിക്കുക. അല്ലാഹ് പറയൂ, നിൻ കരളിൽ നിന്നെന്താണ്?
അത് കഴിഞ്ഞിട്ട് അടുത്ത കോഡ് നമ്പർ ഉസ്താൻ എഴുതി ഓടാനൊന്നും പറ്റൂല. അടുത്ത കോഡ് നമ്പർ വിളിക്കും. കനകാംബരമാണോ, ഇതെന്തായാലും നബിയെ കുറിച്ച്. നീ കാമിനിയാണോ, അല്ലാഹു അക്ബർ, കാമുകിയാകാൻ സമ്മതമാണോ. ഇതാ മദ്രസയിൽ വരെ നടക്കുക. ഈ ആൽബത്തിൽ 700 രൂപയ്ക്ക് അഭിനയിക്കുന്ന പെണ്ണുണ്ടല്ലോ, 180 രൂപയ്ക്ക് 100 പേർക്ക് ശരീരം കൊടുക്കാൻ ഒരുക്കമുള്ള എത്ര പെൺകുട്ടികളുണ്ടെന്നറിയോ. പിന്നെ സിനിമയുടെ ലോകത്തെ കുറിച്ച് ചർച്ച ചെയ്യണോ ചെറുപ്പക്കാരാ? ഒരു സിനിമാ സംവിധായകന്റെ ഡ്രൈവറെ ഞാൻ പരിചയപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, തക്കുളങ്ങര പള്ളിയിൽ ആ സഹോദരൻ ഇങ്ങനെ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോ വെള്ളിയാഴ്ചയായി. സംവിധായകൻ ഹിന്ദുവാണ്, ഡ്രൈവർ മുസ്ലിമാണ്. ജുമയ്ക്ക് വേണ്ടി വണ്ടി ഒതുക്കി പള്ളിക്കകത്ത് കയറി. കേട്ട് വന്ന് പരിചയപ്പെട്ട് സംസാരിച്ചു. റൂമിൽ വന്ന് ഇച്ചിരി നേരം ഒന്ന് സംസാരിച്ചപ്പോ ആ സഹോദരന്റെ നാവിൽ നിന്ന് അടർന്നു വീണത് ആ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഒരു ചെറുപ്പക്കാരന് വ്യഭിചരിക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിലും രൂപത്തിലുമുള്ള ശരീരത്തെ അവന് ലഭിക്കുന്ന ലോകമാണ് സിനിമ. അതല്ലെന്ന് പറയാ നൗഷാദ് ബാഖവിയുടെ മുന്നിലാരും നട്ടല് കാണിക്കണ്ട. ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ, ഉറപ്പാണ്. ആ സിനിമാ നടന്മാരുടെ കുടുംബജീവിതം വായിച്ചു പഠിച്ചിട്ട് ചുറ്റുമൂലയുടെ പരിസരത്തുള്ള മുസ്ലിം ചെറുപ്പക്കാര് കുടുംബജീവിതം മെച്ചപ്പെടുത്തണ്ട. നിനക്ക് പഠിക്കാൻ എത്രയോ മനോഹരമായ ചരിത്രം പരിശുദ്ധമായ ഇസ്ലാം നിനക്ക് വിഭാവനം ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉമ്മു സലമാ റളിയല്ലാഹു അൻഹ, അബൂ സലമാ റളിയല്ലാഹു അൻഹ എത്ര മനോഹരമായ കുടുംബജീവിതമാണ് ലോകത്തിന് സമർപ്പിച്ചത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോൾ ഫാത്തിമത്തു സുഹ്റാ റളിയല്ലാഹു തആല അൻഹ ഈ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് കായംകുളത്ത് KMYF-ന്റെ പരിപാടിയിൽ വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കേട്ടതാണ്. പറഞ്ഞു കൊതി തീരാത്ത ഫാത്തിമ എന്ന് പറയുന്ന വിഷയം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മഹദിയുടെ ചരിത്രമുണ്ടല്ലോ. പട്ടിണിയിലും പരിവട്ടത്തിലും ഈമാനിന്റെ നിറപുഞ്ചിരിയോട് സമാധാനത്തോടെ അവരെ പോലെ ജീവിച്ച ഒരു ജീവിതം നമുക്ക് വേണ്ടേ? എത്ര കൊണ്ട് കൊടുത്താലും തികയാത്ത ഭാര്യയുടെ മനസ്സ് നിറയ്ക്കണ്ടേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? അതുകൊണ്ട് വിവാഹം കഴിച്ചില്ല എന്ന് പറഞ്ഞ് കൈ ഉയർത്തിയ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുന്നു, തെറ്റിപ്പോകല്ലേ. ആദ്യം മുതൽ തന്നെ തീരുമാനിച്ചോ, എന്റെ ജീവിതത്തിന്റെ തുടക്കമാണ്. ഇത് ഇരുമ്പാണോ തുരുമ്പാണോ, ഇത് അല്ലാഹു തീരുമാനിക്കുന്നതാണ്. അതുകൊണ്ട് പെണ്ണ് കാണാൻ ഇറങ്ങുന്നതിന് മുമ്പ് 2 റക്അത്ത് ഖൈറിനെ തേടുന്ന നിസ്കാരം നടത്തിക്കോ. 2 റക്അത്ത് നിസ്കരിക്കണം. ഫർദ് നിസ്കരിക്കണോന്റെ കാര്യമാണ് പറഞ്ഞത്. അവനാണ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് പോകാനുള്ളത്. അല്ല തോന്നി കണക്ക് ജീവിച്ച് കള്ളും കുടിച്ച് പിടുത്തോടിച്ച് കിടന്ന് പെണ്ണ് കാണാൻ പോവല്ലേ മുസ്ലിയാർ പറഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിച്ചേ. ആ നിക്കാരത്തിന്റെ കാര്യമല്ല പറഞ്ഞു. ഇബാദത്ത് ഫർദ് ഇബാദത്ത് ഇല്ലാത്തവൻ എന്താ സുന്നത്ത് ഇബാദത്ത്? ഫർദ് ഇബാദത്ത് ചെയ്തവൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് പോകണം. അല്ലാഹുവേ, ഭദ്രകാളിയാണ് കാണാൻ പോണെങ്കിൽ വഴി വെച്ച് എന്നെ ഓടയിൽ വീണ് മരിച്ചാലും കുഴപ്പമില്ല, കല്യാണം നടത്തല്ലേ റഹ്മാനെ. സോലിഹത്താണെങ്കിൽ എൻ്റെ ഉമ്മയെയും എൻ്റെ വാപ്പയെയും കുറ്റപ്പെടുത്താത്ത, എന്നെയും എൻ്റെ മക്കളെയും സന്തോഷമായിട്ട് പോറ്റുന്ന നല്ല ഒരു ഭാര്യയാണെങ്കിൽ, ആവാനുള്ള തൗഫീഖുള്ള പെണ്ണാണെങ്കിൽ ഇത് നടത്തണം എന്ന് പറഞ്ഞ് ദുആ ചെയ്ത് സന്തോഷമായിട്ട് പോകണം. തെരഞ്ഞെടുക്കുമ്പോഴോ, പെണ്ണിനെ തെരഞ്ഞെടുക്കുമ്പോഴോ ഇന്നെല്ലാ ചെറുപ്പക്കാരും ഇങ്ങനെ മോഹിക്കുന്നതെന്താ? നിങ്ങളുടെ റൂമിന്റെ അകത്ത് വരുമ്പോഴേ കാണാം എത്തെങ്കിലും ഇങ്ങനെ കിടക്കുമ്പോ മുകളിൽ സാനിയ മിർസ, ചിലപ്പോ അത് ഇളക്കി കാണും കല്യാണം കഴിഞ്ഞുകൊണ്ട്. അരികിൽ ഒട്ടിച്ചിരിക്കുന്ന ഐശ്വര്യ റായ്, അടുത്ത ഇപ്പുറത്ത് സുസ്മിതാസൻ, പിന്നെ മൊബൈലിന്റെ ഫ്രണ്ടിലോ ചുമന്ന ചുണ്ടിന്റെ പിക്ചർ മൊബൈലിന്റെ ഫ്രണ്ടിലിട്ടിരിക്കുന്ന സംസ്കാര ശൂന്യതയുടെ പ്രതീകമായി ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, അതുപോലും നിഷിദ്ധമാണ്. മാറ്റണേ, അത് മാറ്റണേ എന്റെ പ്രിയപ്പെട്ടവരെ. നമുക്ക് വേണ്ട. മൊബൈലിൽ നിന്ന് ഒരുപാട് അശ്ലീലങ്ങൾ മാറ്റാനുണ്ട്. ചില മൊബൈലിൽ മെസ്സേജ് വരുന്നത് എങ്ങനെയെന്ന് പറയും, മെസ്സേജ് വരുന്നതാ അങ്ങനെ പറയണം. സുബ്ഹാനല്ലാഹ്, എന്ത് കോലമാണ്! ഒരു പെൺകുട്ടി ചുംബനം കൊടുക്കുന്നതിന്റെ ശബ്ദമാണ് മെസ്സേജ് വരുന്നത്. പിന്നെ പിക്ചർ മൊബൈലിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇട്ടിരിക്കും, വളരെ മോശമായി.
ഇതെല്ലാം കണ്ട് ഇങ്ങനത്തെ പെണ്ണു വേണം, ഇങ്ങനത്തെ കണ്ണുള്ള പെണ്ണു വേണം, ചുണ്ടുള്ള പെണ്ണു വേണം എന്ന് കൊതിച്ചുകൊണ്ട് നടക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? ഫൽഫർ ബിദാത്തിദ്ദീ ഫൽഫർ ബിദാത്തിദ്ദീ, ദീനുള്ള പെണ്ണിനെ തിരഞ്ഞെടുത്തോ, ദീനുള്ള പെണ്ണിനെ തിരഞ്ഞെടുത്തോ. അങ്ങനെ ദീനുള്ള പെണ്ണിനെ തിരഞ്ഞെടുക്കുന്നത് കൊണ്ടുള്ള നേട്ടം എന്തെന്നറിയോ? നിസ്കരിച്ചിട്ട് നിനക്ക് വേണ്ടി ദുആരക്കും മക്കളുണ്ടായാലോ ആ മക്കളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പാടിക്കൊടുക്കും, സലാത്ത് ചൊല്ലിക്കൊടുക്കും. ഒന്നടുത്ത് നിന്ന് എല്ലാവരും അടുത്തേക്ക്. യാ റബ്ബേ, പെരുമഴ വരെ എന്റെ കൈകാണ അപ്പൊ ദീനുള്ള പെണ്ണിനെ കിട്ടുന്നത് കൊണ്ടുള്ള ഉപയോഗമാണ്. കാരണം എന്താ? ഈ ആദ്യ സമയങ്ങളിൽ ഭാര്യയുടെ ശരീരത്തിൽ തൊടുമ്പോൾ ദിക്ർ ചൊല്ലണം, തലയെ കൈ വെച്ച് സൂറത്ത് ഓതണം, ഇതൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിലും പെണ്ടാട്ടി ഇങ്ങനെ ചെല്ലുമല്ലോ. ദീനുള്ള കെട്ടി അങ്ങനെയുള്ള ഉപയോഗം ആ സമയത്ത് നമ്മളതൊക്കെ പഠിക്കണം. അല്ലാതെ നിക്കാഹിന്റെ തലേ ദിവസം പോയി പെണ്ണിന്റെ മഹലിൽ ഉസ്താനെ കണ്ടിട്ട് ഉസ്താദെ എനിക്ക് ഞാൻ മദ്രസയിലൊക്കെ കുറച്ചേ പോയിട്ടുള്ളൂ, നിങ്ങൾ നാളെ ഒരുപാട് കൂട്ടുകാരും വലിയ വലിയ പണക്കാരും ആൾക്കാരൊക്കെ വരുമ്പോൾ മറ്റേ സബോജിതുക്ക 5 ഏത്തക്ക എന്നൊക്കെ പറയുമല്ലോ. ഈ 5 ഏത്തക്ക എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി കുറച്ച് പറയണം, 5 വേണ്ട 3-4 ആയാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് തലേ ദിവസം പോയി പെണ്ണിന്റെ മഹലിലെ ഉസ്താദിനെ കണ്ട് പൈസ കൊടുത്ത് സ്ത്രീധനമൊക്കെ പൂർണ്ണമായിട്ട് കിട്ടിയിട്ട് കാര്യമായിട്ട് കാണാം. നിങ്ങൾ എന്തായാലും നാണക്കെടുത്താറ കാര്യമായിട്ട് പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞ് പഠിച്ചാൽ പോരാ. നിക്കാഹുമായി ബന്ധപ്പെട്ട് ചെറുപ്പക്കാർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. സഹോദരങ്ങളെ, കല്യാണം തമാശയല്ല. അല്ലാഹുവിന്റെ റസൂല് ഫൽഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ള പെണ്ണിനെ തിരഞ്ഞെടുക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തിനെന്നറിയോ? ആ കുടുംബ ജീവിതത്തിൽ കല്ലുകടി വരാതിരിക്കാനാ. ദീനുള്ള പെണ്ണിനെ തിരഞ്ഞെടുത്താൽ വളരെ ഹൈറാണ്. നീയും അറിയാതെ ദീനുള്ളവനാകും. എത്രയോ പെൺകുട്ടികൾ ഭർത്താക്കന്മാരെ ദീനുള്ളവരാക്കി, എത്രയോ പെൺകുട്ടികൾ ഭർത്താക്കന്മാരെ നിസ്കാരമുള്ളവരാക്കി, എത്രയോ പെൺകുട്ടികൾ ഭർത്തന്റെ പ്രിയപ്പെട്ട കുടുംബത്തെ ദീനീ ചിട്ടയിലൂടെ സഞ്ചരിപ്പിക്കുന്നവരാക്കി. എന്തുകൊണ്ടാണ്? അവരുടെ മനസ്സിന്റെ അകത്ത് അല്ലാഹു കൊടുത്തിരിക്കുന്ന ദീനിന്റെ ഉറപ്പാണ്. അങ്ങനെയുള്ള പെൺകുട്ടികളെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ നിസ്കരിച്ചിട്ട് ദുആരക്കണം. കാരണം വലിയ നഷ്ടമാണില്ലെങ്കിൽ വല്ലാത്ത നഷ്ടമാണ്. ഉമ്മ പിണങ്ങുന്നു, ഉപ്പ പിണങ്ങുന്നു, പിന്നെ ജീവിതം കഴിഞ്ഞ് 3-4 മാസം കഴിയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയായി വഴക്കായി വക്കാടമായി പിറന്നു വീഴുന്ന മക്കള് നോക്കി നിൽക്കുമ്പോ കള്ളു കുടിച്ചു കൊണ്ടുവന്ന് പ്രിയപ്പെട്ട മാതാവിന്റെ മുടിക്കൊപ്പിന് പിടിച്ച് ചുവരിലേക്ക് ഇടിച്ചു വെക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ആ ജീവിതം എത്ര ദുസ്സഹമാണ്. വളർന്നു വരുന്ന മക്കൾ പോലും അവസാനം പറയും എന്റെ ഉമ്മ മരിച്ചിരുന്നെങ്കിൽ, എന്റെ വാപ്പ മരിച്ചിരുന്നെങ്കിലും ദുആ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പോകുമെങ്കിൽ ഒരിക്കലും നിക്കാഹ് തമാശയല്ല. അതുകൊണ്ട് ഗൗരവത്തോടെ ദീനുള്ള പെണ്ണിനെ കിട്ടണമെന്ന് തീരുമാനിച്ചോ. അങ്ങനെയുള്ള പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടി അല്ലാഹുവോട് ദുആറുന്നോ. ദീനുള്ള പെണ്ണെന്ന് പറഞ്ഞ കേവലം ഒരു പർദ്ദ ഇടുന്ന പെണ്ണല്ല ഉദ്ദേശം. ഇവിടെ
അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഭരണം ലോകത്തിന് സമ്മാനിച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇന്നത്തെ അധികാരി വർഗത്തെ പോലെ ഇലക്ഷന്റെ സമയമാകുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് പാവപ്പെട്ട ചുറ്റുമൂലയിൽ ഉമ്മാടെ വീട്ടിന്റെ അകത്ത് വന്ന് കഞ്ഞിക്കലത്തിലേക്ക് തവിയിട്ടിളക്കി കൊടുക്കുമ്പോ ഉമ്മ മനസ്സുകൊണ്ട് കരുതും, അല്ലാഹുവേ എന്റെ നേതാവല്ലേ ഈ വന്നത്, എന്റെ പാവപ്പെട്ട കുടിലിന്റെ അകത്ത് വന്നോ, ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്ന കഞ്ഞി ഇളക്കുകയാണോ, ഞാൻ പൊരിച്ചു വെച്ചിരിക്കുന്ന മീൻ കഴിക്കുകയാണോ, ഇത് മനുഷ്യത്വമുള്ള നേതാവെന്ന് പറഞ്ഞ് ഉമ്മാടെയും ഉപ്പാടെയും മക്കളുടെയും എല്ലാ വോട്ടും കൊണ്ടുവന്ന് നേതാവിന് കൊടുത്തിട്ട് പിന്നെ ആ നേതാവിനെ കാണാനില്ല. അങ്ങനെയുള്ള അവസ്ഥയല്ല. അധികാരം കിട്ടിയപ്പോ ഒരു രാത്രി മുഴുവനും ഉറങ്ങാറെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബേ സ്വർഗത്തിലേക്ക് പറക്കാൻ കൊതിക്കുന്ന എന്നെ ഈ അധികാരത്തിൽ ശ്രദ്ധയില്ലാത്തതിന്റെ പേര് നരകത്തിന്റെ പടുങ്കുടിയിലേക്ക് വലിച്ചെറിയല്ലേ അല്ലാ. ഞാൻ ഭരണം നടത്തുമ്പോ എന്റെ പരിസരത്തോടെ പരക്കം പായുന്ന ഒട്ടകത്തിന്റെ കാല് ഒരു കല്ലിൽ തട്ടിയിട്ട് ഇടറി വീണ അതിന് പോലും അല്ലാഹുവോട് കണക്ക് പറയണമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് പാതിരാത്രി പൊട്ടിക്കരഞ്ഞ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നോട് പറയാറ് ആരാ സങ്കടപ്പെടുന്നത്, താൻ അറിയാറ് ആരാ കഷ്ടപ്പെടുന്നത്, താൻ അറിയാറ് ആരാ പട്ടിണി കിടക്കുന്നത് എന്നറിയാ വേഷപ്രസന്നനായി രാത്രി സമയത്ത് ഇറങ്ങി നടക്കുകയാണ്. ഏതെങ്കിലും ഒരു കുടിൽ വിശപ്പിന്റെ കരച്ചിൽ കേട്ടാ പൊട്ടിക്കരഞ്ഞുകൊണ്ടാ ശബ്ദം കേട്ട ഭാഗത്ത് പരിഹാരത്തിന് നിയമം അനുകൂലിക്കുന്ന അവസ്ഥ കൊടുക്കുന്ന ഭരണാധിപനായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ബഹുമാനപ്പെട്ട മഹാനിങ്ങനെ സഞ്ചരിക്കുമ്പോ രാത്രിയുടെ പകുതി സമയം കഴിഞ്ഞു, നേരം പുലരാറായി. ഒരു കുടിലിന്റെ അകത്ത് തന്റെ പ്രിയപ്പെട്ട ഉമ്മ മോളെ വിളിച്ചുണർത്തിയിട്ട് പറയുന്ന, മോളെ ഉമർ റളിയല്ലാഹു അൻഹു വിസിറ്റിന് ഇറങ്ങുന്ന സമയമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശോധനക്കിറങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് പൊന്നുമോളെ ആ വരുന്നതിന് മുമ്പ് നമ്മുടെ ഉപജീവനത്തിന്റെ മാർഗമായ പാലുണ്ടല്ലോ, ആ പാലിന്റെ അകത്ത് വെള്ളം ചേർക്കുമോളെ. ഓ പൊന്നുമോള് കൊടുത്ത മറുപടി എന്തെന്നറിയോ, മക്കളെയും കൊണ്ട് ഉത്സവപ്പറമ്പിൽ പോയി നിരങ്ങുന്ന എന്റെ ഭാഗത്തുള്ള പരിസരത്തുള്ള ഉപ്പമാര് പഠിച്ചോ, പട്ടുറുമാല് കാണാ ഫാമിലിയുടെ 7000ന്റെ ടിക്കറ്റ് എടുത്തിട്ട് ഞെളിഞ്ഞിരുന്ന താടി തടവി കണ്ട എന്റെ പ്രിയപ്പെട്ട ഉപ്പ 17കാരി മൈക്കെടുത്ത് നൃത്തം ചെയ്യുമ്പോ അവരുടെ മാരടം കുലുങ്ങുന്നതും പള്ള പുറത്തു വരുന്നതും കണ്ട് കള്ളുകുടിയന്മാരായ നാണം കെട്ട ചെറുപ്പക്കാര് കൈയടിക്കുമ്പോ അവരിൽ ഒരാളായ പൊന്നുപോലെ പഠിക്കണം കേട്ടോ. അല്ലാഹു എന്ന് പറയുന്നത് പള്ളിക്കകത്ത് മാത്രമുള്ള സംഭവമല്ല, മക്കയിലും മദീനയിലും ചെന്ന് കരയാ മാത്രമല്ല പടച്ച റബ്ബ്. ആരെങ്കിലും മരിക്കുമ്പോ എന്റെ റബ്ബേ എന്ന് പറഞ്ഞ് മറിഞ്ഞു വീടാനല്ല പടച്ച റബ്ബ്. നിന്റെ ജീവിതത്തിന്റെ എല്ലാ കോണിലും മുക്കിലും മൂലയിലും അല്ലാഹുവിനെ പേടിക്കണം മോനെ. ഒഴിവാക്കാൻ വലിയ പാടാണെന്നറിയാ. ആഡംബരങ്ങളെയും ആർഭാടങ്ങളെയും അനാവശ്യങ്ങളെയും അനാശാസ്യങ്ങളെയും പുറം കാലുകൊണ്ട് വലിച്ചെറിയാ. നിന്റെ മനസ്സിന്റെ അകത്ത് കൊടിയേറിയിരിക്കുന്ന പിശാച് അനുവദിക്കില്ല എന്നറിയാ. അതിനെ പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ട് സ്വലാത്ത് ചൊല്ലി ദീനിന് വേണ്ടി ഓടി വരുന്ന സടകുടം എഴുന്നേൽക്കുന്ന തക്ബീർ ചൊല്ലിയിട്ട് സാടി എഴുന്നേൽക്കുന്ന ചുണക്കുട്ടന്മാരാണ് അല്ലാഹുവിന്റെ അർശിന്റെ താഴെ ചെന്നിരിക്കുന്നത് മോനെ. അല്ലാതെ കേവലം ഒരു വാല് കേൾക്കുമ്പോ ഓടി വന്നിരുന്ന മനസ്സിന് സങ്കടം തോന്നിയിട്ട് കാര്യമില്ല. ഭാവി ജീവിതം മുഴുവനും നശിപ്പിച്ചിട്ട് എവിടെയെങ്കിലും നൗസാർ വാക്കവി വരുമ്പോ വന്നിരിക്കുന്നതിൽ സന്തോഷമാണ് എനിക്ക്. പക്ഷേ അല്ലാഹുവിനോട് ചോദിക്കുമ്പോ ഈ 2 മണിക്കൂറിന് പടച്ച റബ്ബിനോട് കണക്ക് പറയണം മോര്. മാറിയേ പറ്റൂ, മാറ്റം വന്നേ പറ്റൂ. എന്റെ സഹോദരങ്ങള്, കരുനാഗപ്പള്ളിയിലെ ഒരു ഹിന്ദു കുടുംബമില്ലേ ഈ വിനീതന്റെ പ്രഭാഷണം കേട്ട് പൊട്ടിക്കരഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു
പോരെങ്കിലും ഈ നൗഷാദ് വാക്കവിക്ക് ഒരു നേട്ടവും ഇല്ല സഹോദരങ്ങള്. നിങ്ങളുടെ കയ്യടി വേണ്ട. കരുനാഗപ്പള്ളിയിലും ആലപ്പുഴയിലും കായംകുളത്ത് ഫ്ലെക്സ് ബോർഡ് അടിച്ചു വെച്ചത് കൊണ്ട് നൗഷാദ് വാക്കവിയുടെ മനം മാറുമെന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് കരുതണ്ട. മനസ്സിന് മാറ്റം വരുത്താൻ ശ്രമിക്കണം സഹോദരങ്ങള്. അല്ലാഹുവിന്റെ പള്ളികളിലെ സംഘടനകൾ തമ്മിലടിച്ചുകൊണ്ട് ഓരോ പള്ളികൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ഉമ്മവറ്റ മക്കളെ പോലെ നമ്മുടെ പള്ളിയുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടുന്ന ചുമതല നമുക്കാണ് കേട്ടോ. ഉമ്മാടെ വാക്ക് കേട്ടുകൊണ്ട് പ്രിയപ്പെട്ട പ്രായപൂർത്തിയാറ പൊന്നുമോള് ഉമ്മയോട് പറയുന്നു, ഉമ്മ നിങ്ങൾ അല്ലാഹനെയാണോ പേടിക്കുന്നത്? അതല്ല കേവലം ഒരു ഭരണാധികാരിയാര ഉമറിനെയാണോ പേടിക്കുന്നത്? ഉമ്മ ഈ വാക്ക് പുറത്തിരുന്നു കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ടപ്പോ തന്റെ വീട്ടിലേക്ക് ഓടുകയാ. പൊന്നുമോനോട് പറയുന്ന, മോനെ നിനക്ക് ഞാനൊരു പെണ്ണിനെ കണ്ടിട്ടുണ്ട് പൊന്നുമോനെ. ഞാൻ നേരിട്ട് കണ്ടില്ല, സൗന്ദര്യമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവളെ, പ്രിയപ്പെട്ട മോനെ, അവള് സ്വാലിഹത്തായ പെണ്ണാണ്. പെണ്ണല്ലാഹയെ പേടിക്കുന്നവളാണ്. അതുകൊണ്ട് കല്യാണത്തിന് പോലെ സമ്മതമാണോ എന്ന് ചോദിച്ച് തന്റെ പ്രിയപ്പെട്ട പൊന്നുപോന് വിവാഹാലോചന നടത്തിയ ഈ രീതി നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പാതിരാത്രി കരുനാഗപ്പള്ളിയിലെ വീട്ടിന്റെ കത്ത് ജനൽ തുറന്ന് പരിശോധിക്കാൻ പോണ്ട മോനെ പെണ്ണ് കാണിക്കാ. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹയെ പേടിക്കുന്ന പെണ്ണിന് മുൻതൂക്കം കൊടുക്കണം പ്രിയപ്പെട്ടവര്. അവള് കറുത്തവരാകട്ടെ, അവള് വെളുത്തവളാകട്ടെ, അവള് വിരൂപിയാകട്ടെ, റബ്ബിനെ പേടിക്കുന്ന പെണ്ണ് നിനക്ക് കിട്ടിയ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമെന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്കറിയുമല്ലോ. അള്ളാഹു പരീക്ഷിക്കാൻ തീരുമാനിച്ചപ്പോ സകലതും നഷ്ടപ്പെട്ടു പോയല്ലോ. ഏറ്റവും വലിയ സുഖത്തിലും സന്തോഷത്തിലും ജീവിച്ച അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അവസാനമായി പ്രിയപ്പെട്ട ഒരു ഭാര്യ മാത്രമുണ്ടായിരുന്നു. എല്ലാവരും ഉപേക്ഷിച്ചു, ജനങ്ങൾ പോലും വെറുത്തുപോയി. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്ത രോഗം കൊണ്ട് ശരീരം പഴുപ്പിറക്കാൻ തുടങ്ങിയപ്പോ ജനങ്ങൾ പറഞ്ഞു, പെണ്ണേ റഹ്മാ, നിന്റെ ഭർത്താവിനെ കൊണ്ടുവയ്ക്കോ, എവിടെയെങ്കിലും കൊണ്ടുപോയില്ലെങ്കിൽ ഞങ്ങൾ കൊന്നുകളയുമെന്ന് പറഞ്ഞു. അവസാനം റഹ്മാ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ മനോഹരമായ തലമുടിയില്ലേ, ആ തലമുടി പോലും അഴിച്ച് അറുത്ത് വിറ്റുകൊണ്ട് ഭർത്താവിന് ഭക്ഷണം കൊടുത്ത് പാല് കൊടുത്ത് സന്തോഷത്തോടെ പ്രിയപ്പെട്ടവനെ തോളത്തിട്ടുകൊണ്ട് നടന്നു പോരെങ്കിലും എനിക്കും നിങ്ങൾക്കും അങ്ങനെ ഒരു ഭാര്യയെ കിട്ടോ. പാരിപ്പള്ളിയിൽ ഒരു സ്ഥലത്ത് പ്രഭാഷണത്തിന് പോയപ്പോ അപസ്മാര രോഗം ബാധിച്ചുകൊണ്ട് മീൻകച്ചവടക്കാരനായ ഒരു സഹോദരൻ തന്റെ തല പാറയിലിടിച്ചുകൊണ്ട് അബോധാവസ്ഥയിലായി. അവസാനം മെഡിക്കൽ കോളേജിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ പരിചരണത്തിന്റെ കീഴിൽ ബോധം തിരിച്ചു കിട്ടിയെങ്കിലും ശരീരത്തിന്റെ പകുതിയിലേറെ ഭാഗം സ്തംഭിച്ചുപോയി. കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം. 2 മക്കളുണ്ട്, സബീറും സബൂറും. ആ 2 പ്രിയപ്പെട്ട മക്കൾ 3ഉം 5ഉം വയസ്സു പ്രായമായ മക്കൾ. അവിടെ പ്രവാസനത്തിന് പോയി ആ സഹോദരനെ കാണാൻ ചെന്നപ്പോ റൂമിലൊക്കെ നല്ല സുഗന്ധം. ആ സഹോദരന്റെ വാപ്പ പറയാണ്, ഉസ്താദ് വന്നതുകൊണ്ട് ചിലപ്പോ ചില റൂമൊക്കെ വൃത്തിയാക്കുമല്ലോ, ഇത് അതുപോലെ വൃത്തിയാക്കിയതല്ല, എന്റെ മരുമോളാ നോക്കുന്നത്. എന്റെ മോന്റെ മലവും മൂത്രവും എന്റെ പ്രിയപ്പെട്ട മരുമോള് വന്ന് വൃത്തിയാക്കി കൊടുക്കും. മനോഹരമായ രീതിയിൽ എന്റെ മകൻ ഒരു സൈഡ് ഇങ്ങനെ കിടന്ന് അടരാൻ തുടങ്ങിയപ്പോ അതിന് പോലും മരുന്ന് വെച്ചുകൊണ്ട് മനോഹരമായി തന്റെ ഭർത്താവിനോടുള്ള കടമ പാലിക്കുന്ന ഒരു പെണ്ണിവിടെയുണ്ട് എന്ന് പറഞ്ഞു. കാണാൻ താല്പര്യം തോന്നിപ്പോയി പ്രിയപ്പെട്ടവർ. ആ സഹോദരി വാതിലിന്റെ മറവിൽ നിന്നുകൊണ്ട് പറഞ്ഞു, എന്റെ ഭർത്താവിന് ഒരിക്കലും എഴുന്നേറ്റ് നടക്കൂല എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു റിസൾട്ട് ഡോക്ടർ പറഞ്ഞാൽ ഏത് ഭാര്യ നോക്കും, പരിചരിക്കും? ഏത് ഭാര്യ നോക്കും? ഭർത്താവ് പറഞ്ഞു അത്രയും ഭാര്യയോട്, വേറെ വിവാഹം കഴിക്കണം, നീ സന്തോഷമായിട്ട് ജീവിക്കണം, എന്റെ മക്കളെ കൂടി നോക്കണം. ആ പ്രിയപ്പെട്ട ഭാര്യ 4-5 വർഷങ്ങളായി എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും കളഞ്ഞ് തന്റെ ഭർത്താവിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുമ്പോൾ
ഇതിന് സമാനമായ ഒരു കാര്യമാണ് തിരുവനന്തപുരത്ത് നടന്നത്. വേശ്യാവൃത്തിയുടെ പേരിൽ തലമറച്ച വറുതയിട്ട ഒരു പെണ്ണിനെ വനിതാ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. സ്റ്റേഷന്റെ അകത്ത് മർദ്ദിച്ചപ്പോൾ ഞാൻ വ്യഭിചാരിണിയല്ലെന്ന് പറഞ്ഞു. നിലത്തേക്ക് അടിച്ചപ്പോൾ പ്രഹരിച്ചപ്പോൾ നിലത്തേക്ക് തെറിച്ചു വീണ പേഴ്സിന്റെ അകത്ത് നിന്ന് ഗുളിയയും അതുപോലെ ഹോസ്പിറ്റലിന്റെ സാധനങ്ങളും തെറിച്ചു വീണു. എന്താണിതെന്ന് ചോദിച്ചപ്പോ തന്റെ ചികിത്സയിൽ കഴിയുന്ന പ്രിയപ്പെട്ട ഭർത്താവ് RCCയിൽ കഴിയുകയാണ്. ചികിത്സയ്ക്ക് കുടുംബക്കാർ തന്ന പണം തീർന്നു പോയി. അവസാനം ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു, അല്ലാ, എന്റെ ഭർത്താവിന്റെ ക്യാൻസർ മാറിയിട്ട് തിരിച്ചെനിക്ക് കിട്ടുമെന്നറിയില്ല റബ്ബേ. എന്നാലും ആ സഹോദരി അവസാനം കടം വാങ്ങി പലിശ വാങ്ങി എല്ലാം കഴിഞ്ഞു. അവസാനം ചെയ്ത പരിപാടി എന്താ? തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ നടന്നു പോകുന്ന 20-കാരന്റെ 25-കാരന്റെ 30-കാരന്റെ മുഖത്ത് നോക്കിയിട്ട്, നിങ്ങൾക്ക് എന്റെ ശരീരം വേണോ, നിങ്ങൾക്ക് എന്റെ ശരീരം വേണോ എന്ന് പറഞ്ഞിട്ട് ആ ശരീരം കൊടുപ്പ് കിട്ടുന്ന പൈസ കൊണ്ടുവന്ന് ഭർത്താവിന് മരുന്ന് വാങ്ങാ തീരുമാനിച്ച പെണ്ണ്. ഇസ്ലാമിൽ എത്ര സംഘടനകളുണ്ട് പ്രിയപ്പെട്ടവരെ. പള്ളിയുടെ മിനാരത്തിന്റെ പെയിന്റ് അടിക്കാൻ, ഹൗദിൽ ടൈൽസ് ഒട്ടിക്കാൻ, മെമ്പർ തേക്ക് കൊണ്ട് പണിയാനും പണപ്പിരിവ് നടത്തുന്ന പരിപാലകരെ, പള്ളിയുടെ ബാത്റൂമിൽ ടൈലൊട്ടിക്കാനും ഗ്രാനൈറ്റ് ഒട്ടിക്കാനും വേണ്ടി ലക്ഷക്കണക്കിന് രൂപ പള്ളിയുടെ പാവപ്പെട്ടവരിൽ നിന്ന് പിരിച്ചെടുത്തിട്ട് സന്തോഷിക്കുന്ന പരിപാലകരെ, ഈ പാവപ്പെട്ട മുസ്ലിം പെണ്ണിന്റെ അവസ്ഥ കണ്ടോ? ഭർത്താവിന് മരുന്ന് വാങ്ങാതെ ശരീരം തെറ്റ് ഭർത്തൃസ്നേഹം കാത്തു സൂക്ഷിച്ചു പോരെങ്കിൽ അള്ളാഹു എന്നെയും എന്റെ കുടുംബത്തെയും ഈ സരസിൽ വന്ന മുഴുവൻ പേര് അത്തരം അവസ്ഥകളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് കല്യാണം കളിയല്ല ചെറുപ്പക്കാരാ. സോലിഹത്തായ ഒരു ഭാര്യയോ നിനക്ക് കിട്ടിയ ഒരു സങ്കടം വേണ്ട. അറിയാതെ നിന്റെ കടം തീരുമല്ലോ, നിന്റെ വേദന മാറുമല്ലോ, നിന്റെ പ്രയാസമകലുമല്ലോ. അല്ലാഹു നമ്മുടെ കുടുംബത്തിലുള്ള സ്ത്രീകളെ അല്ലാതെ പേടിച്ചു കരയുന്ന സ്ത്രീകളാക്കി മഗ്‌രിബിന്റെ സമയത്ത് സീരിയലിന്റെ മുമ്പിൽ ഇരിക്കുന്നതിനെ തൊട്ട് അല്ലാഹു അവരെയും നമ്മളെയും കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയുള്ള പെൺകുട്ടികളെ കിട്ടിയാലുള്ള ഉപയോഗം അതാണ്. പിന്നെയോ അള്ളാഹു പറയുകയാണ്, സാമ്പത്തിക മോഹമില്ലാതെ നിങ്ങൾ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന് കൊടുത്ത മുന്നറിയിപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിക്കാഹിൽ ബറക്കത്ത് ചെയ്യുന്നരാ. സാമ്പത്തിക മോഹമില്ല. ഇവിടെ അൽഹംദുലില്ലാഹ് ഈ മുസ്ലിം യുവജനവേദിയുടെ പ്രവർത്തകർ അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ആ പാവപ്പെട്ട സഹോദരങ്ങൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഇത്രയും ദിവസത്തെ പരിപാടി ഇവിടെ കഴിയുമ്പോ ആര് ഈ പരിപാടിയുടെ ചിലവ് കഴിഞ്ഞു ബാക്കി എത്ര രൂപ വന്നാലും ഉസ്താദേ, 1 രൂപ പോലും ഒരാവശ്യത്തിനും ബാക്കി മാറ്റാതെ പാവപ്പെട്ട പെൺകുട്ടിയുടെ നിക്കാഹിന് വേണ്ടി മാത്രം കൊടുക്കുമെന്ന് അല്ലാഹയെ സാക്ഷി നിർത്തി അവർ പറഞ്ഞിട്ടുണ്ട്. റബ്ബ് അതിനുള്ള ഭാഗ്യം അവർക്ക് കൊടുക്കുമാറാകട്ടെ. അത് ചെറിയ കാര്യമല്ല. പാവപ്പെട്ടവർക്കാണ് അതിന്റെ സങ്കടം അറിയുക, സാധുക്കൾക്കാണ് അതിന്റെ വേദന അറിയുക. ഇന്ന് നടക്കുന്ന കല്യാണ മാമാങ്കങ്ങൾ നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. ഇത് പറയുമ്പോ ചില സഹോദരങ്ങൾ, നാടൻ ചില സഹോദരങ്ങൾ ഉണ്ടല്ലോ, മുഗിലിയാക്കന്മാരെ അത്ര ഇഷ്ടമില്ലാത്തവര് കുറച്ച് ആൾക്കാരുണ്ട്. മുഗിലിയാക്കന്മാരിങ്ങനെ മൈക്ക് കിട്ടുമ്പോ പലതും പറയും എന്നിങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് നാടൻ ആൾക്കാർ ഈ കാലഘട്ടത്തിലും ഉണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, അവർക്ക് ഇടയ്ക്കിടയ്ക്കിട്ട് താങ്ങുന്നത് കൊണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച ഇരുന്ന് മുസ്ലിയാര് ഏതെങ്കിലും മുമ്പിലിരിക്കുന്നവർക്കെതിരായിട്ട് പ്രസംഗിച്ചാൽ എങ്ങനെയെങ്കിലും തിരിപ്പ് വെച്ച് കൃത്രിമം ഉണ്ടാക്കി മുഗിലിയാർക്കെതിരെ നോട്ടീസ് ഓടിച്ചിറക്കി എങ്ങനെയും പറഞ്ഞു വിട്ട് കബൂലാക്കണം എന്നുള്ള ചിന്ത ഒരുപാട് പേർക്കുണ്ട്. പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്ന റബ്ബ് കാത്തിരക്ഷിക്കട്ടെ. മുസ്ലിയാക്കന്മാരും കുറച്ച് ശ്രദ്ധിക്കണം. കയറി പറഞ്ഞു സെക്രട്ടറി എന്ന് പറഞ്ഞു, അതോ സെക്രട്ടറി ഭയങ്കര തങ്ങളാണ് എന്ന് പറഞ്ഞ് ഒട്ടങ്ങ് കിടക്കും. അവസാനം സെക്രട്ടറി പണി തരുമ്പോഴാണ് ഓടുന്ന ഓട്ടം കാണും. എല്ലാരും നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയാൽ അഭിമാനത്തോടെ ജോലി ചെയ്യാം, ഒരു സംശയവും ആ കാര്യത്തിലില്ല. ചെന്ന് കയറുമ്പോ 1000 രൂപ ശമ്പളം കൂട്ടിത്തതെന്ന് പറഞ്ഞു എല്ലാ ജുമയ്ക്കും കയറിയിട്ട് മഹാനായ പ്രസിഡന്റാണ് ഇതാ കടന്നു വരുന്നത് കണ്ടോ മക്കള്, നമ്മളെ പള്ളികൾ നിറകുടമാണ്. മുസ്ലിയാർ ഇങ്ങനെ നീട്ടി അങ്ങ് പ്രസംഗിക്കും. മുസ്ലിയാർ ഈ ഇത് കേൾക്കുമ്പോ പ്രസിഡന്റ് സെക്രട്ടറി 4 അടി അങ്ങ് പോകും.
അവസാനം എന്ത് ചെയ്യും? മൊയിലാരിക്ക് പണി കിട്ടുമ്പോൾ ആരും കൂടെ കാണൂല. അതാണ് അവസ്ഥ. അതുകൊണ്ട് മുസ്ലിയാക്കന്മാരിത്തിരി ശ്രദ്ധിക്കണം. പൈസയൊക്കെ കൊണ്ട് പലരും വരും. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കെതിരെ നോട്ടീസ് ഇറങ്ങും, പോസ്റ്റർ ഒട്ടിക്കും, ആകെ കുഴപ്പം. അതിന്റെ നോട്ടീസ് അല്ല, വാണിഭം വരും. ചേമ്പും ചേനയും കൊണ്ട് ഇവരായിരം മോള് വന്നടാ എന്നൊക്കെ പറയും. അള്ള കാക്കട്ടെ. അതുകൊണ്ട് മരച്ചീനിയും പുളിമുളകും ഒക്കെ തിന്നാൻ നല്ല രസമായിരിക്കും. നോട്ടീസ് വരുമ്പോഴാണ് രസം കുറയാ. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടമാണ്. അള്ളാഹു കാക്കട്ടെ. പിന്നെ വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ഉസ്താദന്മാരുണ്ടല്ലോ, ദാരിദ്ര്യത്തിന്റെ നീർച്ചുഴിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നവർ. ഒരു ബറക്കത്തെന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന 2000 രൂപയുണ്ട്, അല്ലെങ്കിൽ 3000 രൂപ. അതിനൊരു വല്ലാത്ത ബറക്കത്ത്. 10,000 രൂപ ചുറ്റുമൂലയിൽ ശമ്പളം വാങ്ങുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ചിലവ് നടന്നില്ലെങ്കിലും 1500 രൂപ വാങ്ങിച്ച് പള്ളിയിൽ ചോറെടുക്കാൻ നിൽക്കുന്ന പയ്യന് ഒരു ടെൻഷനും ഇല്ല. അവന്റെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ ഇങ്ങേരിക്ക് 100 രൂപ കടം കൊടുക്കും, ചമ്പ് വെച്ച് വാക്കാന്നും പറഞ്ഞു. കാരണം എന്താ? എവന്റെ പൈസ ഉണ്ടല്ലോ, അത് ബറക്കത്തുള്ളതാണ്. അത് അള്ളാന്റെ പള്ളിയുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന പൈസ ബറക്കത്തുള്ളതാണ് എന്നും പറഞ്ഞ് കാണിക്കപ്പെട്ട് അടിച്ചു മാറ്റാൻ നിൽക്കണ്ട. ഞാൻ നിലമേലൊരു ഭാഗത്ത് വാഴോട് പ്രസംഗത്തിന് വേണ്ടി പോയപ്പോൾ ആംപ്ലിഫയർ അടിച്ചോണ്ട് പോയി ആരോ ഉച്ചയ്ക്ക്. കാരണം ഇലക്ഷന്റെ സമയമാണല്ലോ, ഫ്രീ ആയിട്ട് വണ്ടിയിൽ ഇത് വെച്ച് ഇങ്ങനെ കൊണ്ടുപോയാൽ അത്രയെങ്കിലും ലാഭം കിട്ടുമല്ലോ. പള്ളിയെ തക്കാവിൽ ആംപ്ലിഫയർ കൊണ്ടുപോയി. പോര് വഴി ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയി. അന്ന് ഒരു ഒത്തിരി വലിയ വണ്ടിയിലാണ് വന്നത്. എൻ്റെ വണ്ടിയൊന്നും അല്ല, വേറെ വിളിച്ചു പറഞ്ഞ വണ്ടി. അതിൻ്റെ അടിയിൽ 2 LED വലിവ് പൊട്ടിച്ച് വെച്ചിരുന്നു. പ്രസംഗം കഴിഞ്ഞപ്പോൾ അതാരാ ഊരിക്കൊണ്ടുപോയി. സാറേ ഞാൻ പറഞ്ഞു, എൻ്റെ ഹെഡ്ലൈറ്റ് എങ്കിലും ഇനി തിരിച്ചു തരണേ, ഞാൻ പോട്ടെ. എല്ലാം എല്ലാ പള്ളി ഇതൊക്കെ ബറക്കത്തുള്ള സാധനമാണ്. ഇഷ്ടം ചില പള്ളികളിൽ ചെന്നാലുണ്ടല്ലോ, ഉസ്താദ് മാരിമസ്കാരത്തിന് കയറുമ്പോൾ ഉസ്താദിന്റെ റൂമിൽ നിന്ന് മൊബൈലും പേഴ്സും അടിച്ചു മാറ്റിക്കൊണ്ടെങ്കിൽ എല്ലാവരും 3-ാം ഭാഗത്തേക്ക് പോയി എണ്ണി ഇപ്പോൾ വീട്ടിൽ പോകുമ്പോൾ പത്രത്തിന് കൊടുക്കാം, പാലിന് കൊടുക്കാം, പെണ്ണുമ്പിള്ളയെ കൊണ്ട് കന്യാകുമാരി പോകാമെന്ന് പറഞ്ഞ് അടുക്കി വെച്ചിരുന്നത് എല്ലാം കൂടെ കൊണ്ടുപോകും. കാരണം ബറക്കത്തുള്ള പൈസയാണ് കള്ളന്മാർക്കും ഇപ്പോൾ ആവശ്യം. അവർ പറഞ്ഞ ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത്, ഇതാകുമ്പോൾ നല്ല റാഹത്താണ്. ഓരോ പൈസയിലും ഓരോ ആയത്തിന്റെ മണം, സലാത്തിന്റെ ഗുണം. ഒരു ബുദ്ധിമുട്ട് അങ്ങനെ കൊണ്ടുപോവാ. ഒരുപാട് അനുഭവിക്കും. റബ്ബ് കാക്കട്ടെ. പള്ളിയിലെ പൈസ ഉണ്ടല്ലോ, പള്ളിയിലെ പൈസ. ചില ആൾക്കാർ ബബിൾക്കും കാലിലൊട്ടിച്ചുകൊണ്ട് കടുവപ്പള്ളിയുടെ മുമ്പ് കൂടെ ഒറ്റ ഓട്ടമാണ്. അങ്ങ് എന്നിട്ട് നുള്ളി പറക്കി കവറിനകത്തിട്ടുണ്ടെങ്കിൽ സൗണ്ട് മോനെ ചവിട്ടല്ലടാ. എടാ അവൻ കൊള്ള ഉസ്താദെ, പെട്ടെന്ന് കല്യാണത്തിന്റെ കാര്യം പറയാം ഉസ്താദെ, നിങ്ങൾ ബാക്കിയുള്ള കാര്യം പറഞ്ഞാൽ കാലിട്ട് തറ അടിച്ചോണ്ടിരിക്കുക. ശരി, അതിലേക്ക് മടങ്ങി വരാം. ഞാൻ അടിച്ച് സ്റ്റേജ് വിളിച്ചിരുന്നെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കോടികൾ ചിലവഴിക്കുമ്പോൾ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് ചികിത്സിക്കാ പൈസ ഇല്ലാതെ തന്റെ ശരീരം വിറ്റുകൊണ്ട് ചികിത്സ നടത്തിയ പെണ്ണിന്റെ കഥയുണ്ടല്ലോ. അത് പത്രത്തിലൂടെ വായിച്ച് ഞെട്ടിത്തെറിച്ചിട്ട് അറിയാതെ വിഷമിക്കണ്ട മോനെ. നിന്റെ കുടുംബത്തിലും നിന്റെ നാട്ടിലും ഇങ്ങനെ ഒരു സംഭവം നടക്കാതിരിക്കാൻ അല്ലാഹുവോട് ദുആ ചെയ്തിട്ട് പരിശ്രമിച്ചോ. എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, പള്ളികളുടെ മുറ്റത്ത് മോളെ കെട്ടിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ആലോചിച്ച് ഇതിനും മാത്രം യതീമക്കൾ എവിടെയാ നമ്മുടെ നാട്ടിലുള്ളത് നമ്മൾ ചോദിക്കുമല്ലോ. പക്ഷേ യഥാർത്ഥ പാവപ്പെട്ടവരെ സഹായിക്കുന്നത് വളരെ കുറവാണ്. അർഹതപ്പെടാത്തവര് ചമഞ്ഞുകൊണ്ട് പലതും കൊണ്ടുപോകുമ്പോ അർഹതപ്പെട്ടവർക്കൊരു നാണയത്തൊട്ട് പോലും പലപ്പോഴും കിട്ടുന്നില്ല. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. അല്ലാഹു ഒരു സഹോദരനെ സഹായിക്കുന്നത് എപ്പോഴെന്നറിയോ? ആ സഹോദരൻ മറ്റൊരാളെ സഹായിക്കുമ്പോഴാണ്. പെമ്മക്കളുള്ള ഉപ്പമാര് മറ്റു പെമ്മക്കളുടെ നിക്കാഹിന് വേണ്ടി നിങ്ങളുടെ സഹായം ചെയ്തു കൊടുത്ത അൽഹംദുലില്ലാഹ്, നിങ്ങൾക്കും അല്ലാഹു നല്ല കുടുംബജീവിതം നിങ്ങളുടെ മക്കൾക്കും അല്ലാഹു തരുന്നതാണ് കേട്ടോ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. വളരെ മനോഹരമാണ്, വളരെ സന്തോഷമാണ്. ഞാനിത് പറയുന്നതെന്തിനും അറിയോ? കല്യാണത്തിന്റെ വിഷയത്തിൽ പണം മോഹിക്കാതിരിക്കാനാണ്. മൗലിയാക്കന്മാരിങ്ങനെ പറഞ്ഞിട്ട് അവര് കാണിക്കുന്നത് വേണ്ടാത്തതാണല്ലോ എന്ന് പറയുന്ന കൃത്രിമത്വത്തിന്റെ ചിന്തയുള്ള എന്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ കുടുംബജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ
പറയുമ്പോ നിങ്ങൾക്ക് എന്റെ വിവാഹത്തെ കുറിച്ച് അന്വേഷിക്കാ, എന്റെ കല്യാണത്തിന്റെ രീതി എന്തായിരുന്നു എന്ന് അന്വേഷിക്കാ, എന്റെ കുടുംബ ജീവിതത്തെ കുറിച്ച്, എന്റെ ഭാര്യ എവിടെയാണ് അവിടെ പോയിട്ട് കുടുംബക്കാരോട് നിങ്ങൾക്ക് അന്വേഷിക്കാ. ഞാൻ വെട്ടിത്തുറന്ന് ധൈര്യപൂർവ്വം പറയുന്നത് എന്തുകൊണ്ടെന്നറിയോ? പണം മോഹിക്കാർ വാപ്പ പറഞ്ഞു, മാമ പറഞ്ഞു, കൊച്ചാപ്പ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ പവനിങ്ങനെ തലേ ദിവസം വരെ ഫോൺ വിളിച്ചു കൂട്ടി വാങ്ങാറ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നാട്ടിലെത്രയോ പാവപ്പെട്ടവരുണ്ട്. ഒന്നെങ്കിൽ അവരെ നിക്കാഹ് കഴിക്കാ, ഇല്ലെങ്കിൽ അവരുടെ നിക്കാഹിനൊരു വലിയ ധനസഹാരം കൊടുക്കാ. തീരുമാനിച്ച അല്ലാഹു ചെയ്യുന്ന പുണ്യം വലുതാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടക്കാരനാണ്. എന്തുകൊണ്ടെന്നറിയോ? ധാരാളം പണമുണ്ടായിരുന്നു. ആ പണം മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് കൊടുത്ത ആളാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. ശരിക്ക് കാശുണ്ടായിരുന്നു. അല്ലാഹു സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ച ഒരു സഹാബി. പക്ഷേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നബിതങ്ങളോട് ഇസ്ലാം മതവുമായി വിശ്വസിച്ചുകൊണ്ട് കടന്നു വന്നു. പാപ്പരത്വത്തിന്റെ പടുംകുടിയിലേക്ക് വീണു. എല്ലാം ദീനിന് സമർപ്പിച്ചുകൊണ്ട് അവസാനം കഷ്ടപ്പാടിലെത്തി. പകുതി റൊട്ടി കൊണ്ട് 6 ദിവസം വരെ കഴിച്ചു കൂട്ടേണ്ടുന്ന അവസ്ഥ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് വന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഞാനിതാ കച്ചവടത്തിന് വേണ്ടി പോകാൻ പോവാണ്, അങ്ങ് ദ്വാരക്കണമെന്ന് പറഞ്ഞ് മുസാഫഹത്ത് ചെയ്യുമ്പോ മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ അങ്ങേക്ക് വല്ലാത്ത ഇഷ്ടമാണല്ലോ, അങ്ങ് അദ്ദേഹത്തെ കാണാൻ ഒരുപാട് കൊതിക്കുന്നയാളാണല്ലോ, ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ ഭൂമുഖം കാണാ തങ്ങൾ ഒരുപാട് മോഹിക്കുമല്ലോ. നബിയേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇന്ന് കച്ചവടത്തിന് പോയാൽ മടങ്ങി വരൂല നബിയേ, ഈ യാത്രയിൽ വെച്ച് മരണപ്പെടുമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഞെട്ടിപ്പോയി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മുസാഫഹത്ത് ചെയ്യുമ്പോ വാരി പുണർന്നുകൊണ്ട് റസൂലുള്ള പൊട്ടിക്കരഞ്ഞു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോയി. എന്തേ നബി തങ്ങൾ എന്തേ കണ്ണു നിറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ എന്തേ പൊട്ടിക്കരഞ്ഞത്? ഒന്നും ചോദിച്ചില്ല. യാത്രാസംഘം പോയി. നാട്ടിലുണ്ടാകുന്ന സഹാബത്ത് നബി തങ്ങളോട് ചോദിക്കുന്നു, നബിയേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ യാത്രയാക്കുമ്പോ അങ്ങ് എന്തിനാണ് കരഞ്ഞത് നബിയേ? ഒരു ദിവസവും ഇല്ലാത്തതുപോലെ എന്തിനാണ് വാരി പുണർന്നത് നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മടങ്ങി വരുമ്പോ നിങ്ങൾക്കറിയാ, മടങ്ങി വരുമ്പോ ഞാൻ എന്തിനാ കരഞ്ഞതെന്ന് നിങ്ങൾക്കറിയാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ മരണയാത്രയാണിതെന്ന് മനസ്സിലാക്കിയ നബിതങ്ങളുടെ മനസ്സറിയാ സഹാബത്തിന് കഴിഞ്ഞില്ല. യാത്രാ സംഘം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞു. വഴിയിൽ വെച്ച് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ പറഞ്ഞു, അല്ലയോ തങ്ങളെ, വയറ് വിശക്കുകയാണല്ലോ, ഭക്ഷണം കഴിക്കണം, അതുകൊണ്ട് എവിടെയെങ്കിലും വാഹനങ്ങളൊന്ന് ഒതുക്കിയിട്ട് ആരെങ്കിലും സഹായത്തിനുണ്ടെങ്കിൽ പാചകം ചെയ്യാമല്ലോ. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതാ അങ്ങ് ദൂരത്തൊരു ചെറിയ വെളിച്ചം കാണുന്നുണ്ട്, അവിടെ ആരെങ്കിലും കാണുമല്ലോ, അവിടെ പോയിട്ട് നമുക്കിതിനുള്ള തയ്യാറെടുപ്പ് നടത്താം. അങ്ങനെ യാത്രാ സംഘം അങ്ങോട്ട് പോവുകയാണ്. അവിടേക്ക് അടുക്കുമ്പോ ഒരു ചെറ്റക്കുടിലാണ് തെളിഞ്ഞു വരുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതൊരു ചെറിയ കൂരയാണ്. അവിടെ ചെല്ലുമ്പോ ചെറിയ ഒരു വെളിച്ചത്തിന് മുന്നിൽ വയോവൃദ്ധയായ ഒരു ഉമ്മയാണ് ഇരിക്കുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ, ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് നിന്ന് വരുന്നവരാ, യാത്രാ സംഘമാണ്, ഞങ്ങൾക്ക് പാചകം ചെയ്യുന്നതിനുള്ള സൗകര്യം അവിടെ ഒരുക്കി തരുമോ എന്ന് ചോദിക്കുമ്പോ ആ ഉമ്മ പറഞ്ഞു, തങ്ങളെ,
പാചകം ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങ് തന്നേച്ചാ മതി, എല്ലാം ഞാൻ ഒരുക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അതെല്ലാം ഇറക്കി വെച്ചു കൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ് അതെല്ലാം അകത്തേക്ക് കൊണ്ടുപോയി അവര് തന്നെ ഭക്ഷണം ഒരുക്കാമെന്ന് പറഞ്ഞപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനും കൂട്ടർക്കും സന്തോഷമായി. അവര് മരുഭൂമിയുടെ ചെറിയ തണലോരത്ത് കിടന്നൊന്ന് വിശ്രമിക്കുമ്പോ സുബ്ഹാനല്ലാഹ് അവരേക്ക് അടിച്ചു വീശുന്ന ഇളം തെന്നലില് ആ ഉമ്മ തയ്യാറാക്കിയ സുവിശമായ സുന്ദരമായ ഭക്ഷണത്തിന്റെ രുചിയെത്തുകയാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവരോട് തന്റെ അണികൾ പറയുന്നു, തങ്ങളെ വയോവൃദ്ധയായ ഉമ്മയുണ്ടല്ലോ, ഇത്ര പെട്ടെന്ന് ഭക്ഷണം ഒരുക്കിയോ തങ്ങളെ, ഇത്ര പെട്ടെന്ന് ഭക്ഷണം തയ്യാറാക്കിയോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കുടിലിന്റെ മുമ്പിലേക്ക് നോക്കുമ്പോ ഉമ്മ വന്നിട്ട് പറയുന്നു, തങ്ങളെ ഭക്ഷണം റെഡിയാണ്, അതുകൊണ്ട് വേഗം വന്ന് കഴിച്ചോ, ചൂടാറുന്നതിന് മുമ്പ് രുചിയോടെ കഴിച്ചോ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവും കൂട്ടരും അത്ഭുതപ്പെട്ടു. വേഗം പോയിട്ട് ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. വയോവൃദ്ധയായ സുഖമില്ലാത്ത ഉമ്മ എങ്ങനെയാണ് ഇത്രയും പേർക്ക് വിപുലമായ ഭക്ഷണം ഒരുക്കിയതെന്ന് ചോദിക്കുമ്പോ ആ ഉമ്മയരാ കണ്ണീരോടെ പറയുന്നു, തങ്ങളെ ഇത് ഞാൻ ഒരുക്കിയതല്ല, എനിക്കതിന് കഴിയില്ല, എനിക്ക് രോഗമാണ് തങ്ങളെ. പക്ഷേ എന്റെ ഈ വീട്ടിന്റെ അകത്തുണ്ടല്ലോ പുറം ലോകം കാണാത്ത അല്ലാഹയെ ഭയന്ന് ജീവിക്കുന്ന എന്റെ രണ്ട് പ്രിയപ്പെട്ട പെമ്മക്കളുണ്ട് തങ്ങളെ. അങ്ങ് അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് നിന്ന് വരുന്ന യാത്രാ സംഘമെന്ന് പറഞ്ഞപ്പോ എന്റെ പൊന്നാര മക്കള് വേഗം തന്നെ ഒരുക്കിയതാണ് തങ്ങളെ. അവരുടെ കൂടെ പ്രായമുള്ളവരുടെ നിക്കാഹൊക്കെ കഴിഞ്ഞു, അവർക്കൊക്കെ മക്കളായി. എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പണമില്ലാത്തത് കൊണ്ട്, കാശില്ലാത്തത് കൊണ്ട് ആരും എന്റെ മക്കളുടെ ഭാഗത്തേക്ക് വരുന്നില്ല. എനിക്ക് കിടക്കാണമില്ല. ഈ മരുഭൂമിയുടെ ഈ ഭാഗത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഒരു കുടിലല്ലാതെ എനിക്കൊന്നുമില്ല. അതുകൊണ്ട് എന്റെ മക്കളെ നോക്കാൻ ആരും വന്നിട്ടില്ല. എനിക്കറിവുള്ള ഒരുപാട് പേരുടെ മുന്നിലേക്ക് ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ എന്റെ മക്കളെ സഹായിക്കാൻ ആരും ഒരുങ്ങിയിട്ടില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകളതാ നിറഞ്ഞൊഴുകി കണ്ണുനീര് ഭക്ഷണത്തിൽ വീണു. അവിടുന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ആ യാത്രാ സംഘങ്ങളോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട യാത്രക്കാരെ, എന്റെ കൂട്ടുകാരെ, ഈ വീട്ടിന്റെ അകത്ത് കഴിയുന്ന രണ്ട് പെൺകുട്ടികള് നിങ്ങളിൽ ആരാണ് രണ്ടുപേര് നിക്കാഹ് കഴിക്കുന്നത്? അങ്ങനെ നിങ്ങൾ നിക്കാഹ് ചെയ്താൽ അതിന് പകരം നിങ്ങൾ ചോദിക്കുന്നതെന്താണോ, അതിന് പകരം നിങ്ങൾ ആവശ്യപ്പെടുന്നതെന്താണോ അത് ഞാനങ്ങ് തരാ. നിങ്ങളുടെ അടിമയാകണോ? അതിന് പോലും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഒരുക്കമാണെന്ന് പറയുമ്പോ രണ്ട് ചുണക്കുട്ടന്മാരായ സഹാബത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സമ്മതിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഈ വാർത്ത കണ്ണീരോട് ആ ഉമ്മ അകത്ത് പോയി പറയുമ്പോ ആ പ്രിയപ്പെട്ട മക്കള് വല്ലാതെ പൊട്ടിക്കരഞ്ഞു. എന്നിട്ടവരെന്താ ചെയ്തതെന്നറിയോ? രണ്ട് കൈയും ഉയർത്തിയിട്ട് റഹ്മാനായ പടച്ച റബ്ബിനോട് ദുആരക്കുന്നു. ഇത് ഞാൻ പറയുമ്പോ ചുറ്റുമൂലയിൽ അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി കഴിയുന്ന പാവപ്പെട്ട പെമ്മക്കളുള്ള ഉപ്പമാരുടെ മനസ്സ് നിറയുമല്ലോ. ഉസ്താദേ, എന്റെ മോളിനിക്കുന്നും ദുഃഖമാണ്. എന്റെ മോളുടെ വളർച്ച കാണുമ്പോ, അവളുടെ ഭംഗി കാണുമ്പോ, പഠിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോ എനിക്ക് വല്ലാത്ത സങ്കടമാ.
സമയമാണ്. 20 കഴിഞ്ഞ 25 കഴിഞ്ഞ എന്തിനേറെ അടിമാലിയിൽ ഞാൻ പ്രസംഗത്തിന് പോയപ്പോ പാവപ്പെട്ട പള്ളി ജോലി ചെയ്യുന്ന എന്റെ ഒരു സുഹൃത്തിന്റെ പെങ്ങൾക്ക് 31 വയസ്സായി. ചെറുപ്പക്കാരാ, ഇന്ന് വരെ കല്യാണം നടന്നിട്ടില്ല. കായലിന്റെ ഭാഗത്ത് ചെറിയ ഒരു കുടിലിന്റെ അകത്ത് കഴിയുന്ന, 3-4 മുട്ടുന്ന ചെറിയ വീടിന്റെ അകത്ത് കഴിയുന്ന ആ പൊന്നുമോളും ഒരു തുണിക്കടയിൽ പോവാണ്. ജീവിതത്തിന് വേറൊരു നിർവാഹമില്ല. എന്ന് പോയാലും ഉസ്താദേ ദ്വാരക്കടേ എന്ന് പറഞ്ഞ് നിസ്കാരത്തടമ്പുള്ള തലമറച്ച ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ മുഖം എന്റെ മനസ്സിലുണ്ട്. അല്ലാഹു സാധുക്കളെ സഹായിക്കുന്ന ആരെങ്കിലും കരുണക്കടലാഹ റബ്ബേ, മഴത്തുള്ളികൾ ഇങ്ങനെ ആകാശത്ത് മുട്ടി നിൽക്കുന്ന രാത്രിയിൽ ആരാണോ കണ്ണീരപ്പാൽ പാവപ്പെട്ടവർക്ക് വേണ്ടി കൈ ഉയർത്തുന്നത്, അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആ പാവപ്പെട്ട മക്കളുടെ പ്രാർത്ഥനയുണ്ടല്ലോ, അതിന് ഔഷാദ് വാക്കവിടെ പ്രാർത്ഥന പോലെയല്ല, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന തങ്ങന്മാരുടെ പ്രാർത്ഥന പോലെയല്ല. ആ മക്കള് ദുആരക്കുന്നു. റബ്ബേ, ഞങ്ങളുടെ ഈ മനോഹരമായ സന്തോഷമായ കല്യാണത്തിന് കാരണക്കാരായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് നീ ആയുസ് നീട്ടി കൊടുക്കണേ അല്ലാഹ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആ യാത്രയിൽ മരണപ്പെടുമെന്നല്ലേ പറഞ്ഞത്, പക്ഷേ മരിച്ചില്ല പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് സ്വീകരിക്കാനായി കാത്തിരിക്കുകയാണ്. നോക്കുമ്പോഴതാ യാത്രാ സംഘത്തിന്റെ മുമ്പില് സുബ്ഹാനല്ലാഹ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. നബിതങ്ങൾ ഞെട്ടിപ്പോയി. അല്ലാഹു എന്തുകൊണ്ട് തീരുമാനം മാറ്റി? ഈ യാത്രയില് മരിപ്പിക്കുമെന്ന് തീരുമാനിച്ചിട്ട് എന്തുകൊണ്ട് കരുണക്കടലായ പടച്ച റബ്ബ് തീരുമാനം മാറ്റിയെന്ന് അല്ലാഹുവിന്റെ ഹബീബ് ചിന്തിക്കുമ്പോ വഴിയിൽ വെച്ച് നടന്ന സംഭവം അറിഞ്ഞ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഫിൽ ജന്ന. എന്റെ അബ്ദുറഹ്മാൻ സ്വർഗത്തിലാണ്. അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ. ഇത് കളിയല്ല പ്രിയപ്പെട്ടവരെ. എത്രയോ പാവപ്പെട്ട ചെറ്റക്കൂരയുടകത്ത് പാവപ്പെട്ട പെൺകുട്ടികള് അന്യപുരുഷന്മാരുമായി ഇറങ്ങിപ്പോകുന്നില്ലേ? പള്ളികളൊന്നും അത് തീരുമാനിക്കൂലല്ലോ. പണക്കാരുടെ കാര്യം മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. പല കമ്മിറ്റിക്കാർക്ക് സമ്പന്നരുടെ വിഷയം മാത്രം ചർച്ച ചെയ്യുന്ന പള്ളികൾ, പണക്കാരുടെ വിഷയം മാത്രം ചർച്ച ചെയ്യുന്ന പൊതുയോഗങ്ങൾ. പാവപ്പെട്ടവന്റെ പെണ്ണ് അന്യവന്റെ കൂടെ ഇറങ്ങി ഓടിയ പള്ളിയുടെ മുറ്റത്തുകൊണ്ട് പോസ്റ്റർ ഒട്ടിക്കാനല്ലേ അറിയോളൂ. പള്ളി വിലക്കിയിരിക്കുന്നു. ഇനി 27-ാം രാവിന്റെ ചോറില്ല, ഇനി ഉളുഹിയയുടെ ഇറച്ചിയില്ല, ഇനി മരിച്ചാൽ ഇവിടെ അടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് എഴുതി ഒട്ടിക്കാനല്ലാതെ എത്ര ദിവസമായി പട്ടിണി കിടന്നിട്ട് വിവാഹം നടക്കാത്ത കുടുംബത്തിന്റെ ഗതികേടോർത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാ കഴിഞ്ഞിട്ടുണ്ടോ? മിക്ക പള്ളികളിലും സാധു സംരക്ഷണ സമിതികളുണ്ട്. ആദ്യം അപേക്ഷ കൊടുക്കണം. അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ഖജാഞ്ചിയാണ് വിളിക്കുന്നത്. എന്നിട്ട് ഖജാഞ്ചി പറയും സെക്രട്ടറി ഒന്ന് കാണണം. അവിടെ ഓട്ടോയിൽ വാപ്പയില്ലാത്ത മോളയും കൊണ്ട് ഉമ്മച്ച് സെക്രട്ടറിയുടെ വീട്ടിൽ പോകും. അവിടെ നിന്ന് പറയുന്നു പ്രസിഡന്റിന് നേരിട്ടൊന്ന് പോയി കണ്ടാൽ 1000 രൂപ കൂടുതൽ കിട്ടും. അവിടെ ഓട്ടോയും കൊണ്ട് അവിടെ പോകുന്നു. ഇങ്ങനെ 11 പരിപാലകരുണ്ടെങ്കിൽ അവരുടെ വീടിന്റെ അകത്തടകളിലേക്ക് ഓട്ടോയും പിടിച്ച് ടാക്സിയും പിടിച്ച് പാവപ്പെട്ട വാപ്പയില്ലാത്ത പൊന്നുമോളയും കൊണ്ട് ഉമ്മ കറങ്ങുമ്പോ അവസാനം 2000 രൂപ സാധു സംരക്ഷണ സമിതിയിൽ നിന്ന് എഴുതി കൊടുക്കുമ്പോ 1000 രൂപ ഓട്ടോ കൂലിയായി, 500 രൂപ ചിലവായി, 500 രൂപ മോള കല്യാണത്തിന് കൊടുക്കാനുള്ള അവസ്ഥയല്ലേ വരുന്നത്? ഓ, ഒരവസ്ഥയ്ക്ക് മാറ്റം വരണം സഹോദരങ്ങളെ. ഓ, ഒരവസ്ഥയ്ക്ക് മാറ്റം വരണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ ഈ സരസിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ വാതിലേക്ക് ഞാൻ കടന്നു വരുന്നതിന് മുമ്പ്, കുടുംബജീവിതത്തിന്റെ കവാടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് അല്ലാഹു ചെയ്ത സഹാരമുണ്ടല്ലോ. നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളുമുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്,
അവർക്ക് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഈ പരിശുദ്ധമായ മജ്‌ലിസിനും നിങ്ങളൊരു സ്വതക്ക കൊടുക്കണം. അല്ലാഹു അത് നിയ്യത്ത് ചെയ്യുന്നവരെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ റമളാൻ മാസത്തിന് 3 ദിവസത്തിന് മുമ്പ് കാരേറ്റ് പെരിന്തമൽ നടന്ന അപകടം നമുക്കറിയുമല്ലോ. ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ടു പോയ പൈസ മുഴുവനും കൊണ്ടുവന്ന് നിലമയിൽ ഭാഗത്ത് വലിയ ഒരു വീട് വെച്ചിട്ട് ബുധനാഴ്ച പാലുകാച്ച് നടത്തി വ്യാഴാഴ്ചടന്ന് ഭാര്യയും ആ നൗഷാദ് എന്ന ചെറുപ്പക്കാരനും തന്റെ പ്രിയപ്പെട്ട 1.5 വയസ്സുള്ള പൊന്നുമോനും അതുപോലെ 4 പേരും കൂടി ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോ ഭാര്യയാണ് വാഹനം ഓടിച്ചു കൊണ്ടുപോയത്. ഭർത്താവ് നാളെ ഗൾഫിൽ പോകുമല്ലോ, അതുകൊണ്ട് ഭർത്താവിനോടൊത്ത് യാത്ര ചെയ്യാനുള്ള സന്തോഷം കൊണ്ട് ഭർത്താവ് സീറ്റിൽ നിൽക്കുമ്പോ വാഹനം ഓടിക്കാനുള്ള അതിയാറ ആർത്തി കൊണ്ട് വാഹനം ഓടിച്ചു പോയി ഓവർടേക്ക് ചെയ്ത് കടന്നു പോകുമ്പോ ഒരു സ്കോഡ വാഹനവുമായി ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ 25 ലക്ഷം രൂപയുടെ വീട്ടില് 15 ലക്ഷവും കടം വാങ്ങിയിട്ട് വെച്ച പാവപ്പെട്ടവന്റെ വീടാ അല്ലാഹു കൊടുത്തത് കണ്ടോ. ഒരൊറ്റ ദിവസമല്ലേ ആ വീട്ടിന്റെ അകത്ത് കിടക്ക, ഒരേ ഒരു ദിവസമല്ലേ. റഹ്മാനായ പടച്ച റബ്ബേ ഭാഗ്യം കൊടുത്തോളൂ പ്രിയപ്പെട്ടവരെ. 4 മയ്യിത്തുകള് വീട് പാലുകാച്ച് കിടന്നതിന്റെ പിറ്റന്ന് വൈകുന്നേരം പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇറയത്ത് കൊണ്ട് നിരപ്പി കിടത്തിയപ്പോ അതിൽ ചിരിയുടെ പ്രകാശം മാഞ്ഞു പോകാത്ത 1.5 വയസ്സുള്ള സുന്ദരനായ ആൺകുഞ്ഞിന്റെ മയ്യിത്തുമുണ്ടായിരുന്നു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നിക്കാഹ് അൽഹംദുലില്ലാഹ് നടത്തേണ്ടത് ഏത് ദിവസമാണ്? പെണ്ണിനെ കണ്ടു, സന്തോഷമായിട്ട് കല്യാണമൊക്കെ ഉറപ്പിച്ചു. കല്യാണം ഉറപ്പിക്കുമ്പോൾ നമ്മുടെ സഹോദരിമാർക്കുള്ള ഒന്നാമത്തെ പരിപാടിയാണ് രാഹുകാലം നോക്കണം. ഇപ്പോഴും തകിടും കൂടും അല്ല, ഇപ്പോഴും ഈ ഇതുണ്ടല്ലോ, ജാതകം എഴുതിയ ഓല സൂക്ഷിക്കുന്ന ഉമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കൊല്ലം ജില്ലയുടെ സിയാറത്ത് മൂട് ചുമടുതാങ്ങിയുടെ ഭാഗത്ത് ഒരു കുഞ്ഞിനൊരു രോഗം വന്നു. ആ രോഗം മാറ്റാൻ ഒരു സഹോദരൻ, നല്ല നിസ്കാരവും പള്ളി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സഹോദരൻ പറഞ്ഞു വിട്ടത് ഒരു പോറ്റിയുടെ അടുത്തേക്ക്. നമ്മൾ ആലോചിക്കട്ടെ, ഞാനിത് പറയുമ്പോൾ ഇസ്ലാമിന്റെ രീതിയിലുള്ള ഒരു ചികിത്സാ രീതിയും ഞാൻ എതിർക്കുന്നയാളല്ല. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കിതാബുകൾ കൈകാര്യം ചെയ്ത തഴവ ഉസ്താദ് നമ്മുടെ നാടിന്റെ, നമ്മുടെ പരിസരത്ത് അന്തിയുറങ്ങുന്ന സൂര്യ തേജസ്സാണ്. ഖുർആൻ ശരീഫ് അദ്കാർ ഇസ്മുല്ലാഹി ഇവ കൊണ്ട് മന്ത്രിച്ചോ ഫലം ബില്ലാഹി. ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ട് ലോകത്തുനിന്ന് പോയതാണ്. ഖുർആൻ ശരീഫ്, ദിക്ർ, ഇതുകൊണ്ട് മന്ത്രമുണ്ട്, അതുപോലെ എഴുത്തുണ്ട്, കുറിയുണ്ട്, കലക്കി കുടിക്കലുണ്ട്, നൂലുകെട്ടലുണ്ട്, അതൊക്കെ ഇസ്ലാമിലുള്ളതാ. അതിനൊന്നും ആരും എതിർക്കണ്ട. പക്ഷേ ഇതിന്റെ പേരിൽ ജാതകം എഴുതുന്നവരുണ്ടല്ലോ. സ്വാമിമാരുടെ മുന്നിൽ പോയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പറയും, നാള് പൂരം, മച്ചാത് ഉത്രാടം, മോന്റത് മൂലം, ഇത് പറഞ്ഞിട്ട് അത് എഴുതി വാങ്ങിക്കൊണ്ടുവന്ന് വീടിന്റെ അകത്ത് സൂക്ഷിക്കുന്ന പെണ്ണേ, എന്ത് ദീനാ നിനക്കുള്ളത്? എന്ത് ദീനാ നിനക്കുള്ളത്? എന്റെ ഈ പരിസരത്തുള്ള ഹൈന്ദവ സഹോദരങ്ങൾക്ക് സങ്കടം വരാതിരിക്കാൻ ഞാൻ ആദ്യമേ പറഞ്ഞുകൊണ്ടൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ക്ഷേത്രത്തിലിടുന്ന സമൂഹ സദ്യയുണ്ടല്ലോ, അത് ദൈവത്തിന് മുന്നിൽ കൊണ്ട് സമർപ്പിക്കുന്നതല്ല. അത് ഒരു സഹോദരൻ, ഒരു ഡ്രൈവർ കഴിച്ചിട്ട് ചോദിച്ചു, ഉസ്താദേ ഞാൻ അബദ്ധത്തിൽ കഴിച്ചുപോയി, തെറ്റുണ്ടോ? അതിൽ തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് രാവിലെ നിങ്ങൾ പോകണമെന്നല്ല. പക്ഷേ ഹൈന്ദവയുടെ ക്ഷേത്രത്തിനകത്ത് പൂജ നടത്തിയിട്ട് കൊണ്ടുവരുന്ന പൊങ്കാല ചോറുണ്ടല്ലോ, ഇന്നും അത് സന്തോഷത്തോടെ കഴിക്കുന്ന പെണ്ണേ, അതിൽ ഫലമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കഴിച്ചാൽ ഓ സമയത്ത് തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് പെണ്ണേ. അത് നിസാരമായി കണക്കാക്കണ്ടാരും പടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. ഗൗരവത്തോടെ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞ സൗഹാർദ്ദത്തെ ഞാൻ ചോദ്യം ചെയ്യുകയില്ല. സാഹോദര്യവും സൗഹാർദ്ദതയും വേണം. ആ സൗഹാർദ്ദത വേണ്ടത് അവരുടെ ആരാധന നമ്മൾ ചെയ്തിട്ടല്ല.
നമ്മളവരോട് അള്ളാന്റെ ഹബീബ് മറ്റു മതത്തിലുള്ളവരോട് സൗഹാർദ്ദത കാണിച്ചത് അവരുടെ ആരാധനകൾ കൈയടക്കി വെച്ചുകൊണ്ടല്ല, മറിച്ച് അവരെ സഹായിക്കുക. എന്തെങ്കിലും ആവശ്യം വന്ന, നമ്മുടെ വീട്ടിൽ വാഹനമുണ്ട്, അപ്പുറത്തെ പ്രസന്ന ചേച്ചിയുടെ വീട്ടിൽ വാഹനമില്ല, അവരുടെ മോള് രാത്രി അസുഖം വന്ന് നിലവിളിക്കാണ്, പെട്ടെന്ന് നമ്മൾ വണ്ടി ഇറക്കിയിട്ട് എടുത്ത് കയറ്റി കൊണ്ടുപോവാൻ. അങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ ചെയ്യുക, അയൽവാസ ബന്ധം സുലഭമാക്കുക, അതാണ് നമുക്ക് ആവശ്യം. ഇന്ന് കല്യാണത്തിന് മുമ്പ് തന്നെ എല്ലാ സഹോദരിമാരും ഉമ്മമാരും ചെറുപ്പക്കാരെ കൊണ്ട് ഇതുപോലെ ജ്യോത്സ്യന്മാരെ കൊണ്ട് നോക്കിപ്പിക്കാറുണ്ട്. നല്ല പെണ്ണാണോ, കബഡി നിരത്തി, വേടം ശുക്രനിലാണ്, ശനി ഇവിടെയാണ്, വവാക്ക് അവർ നിൽക്കണേ ഉള്ളൂ, നാളെ കഴിയുമ്പോൾ അങ്ങ് വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു വിരട്ടി ഇങ്ങനെ എടുത്ത് വെക്കാറ്. ഈ അടുത്ത് ചാനലിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ജ്യോത്സ്യനോട് ചോദിക്കാം. ജോത്സ്യം ഈ ചാനലുകാർ സമ്മതിച്ചു കൊടുത്തേ പറ്റൂട്ടോ. പാവപ്പെട്ട ലോറൻസിനെയൊക്കെ പിടിച്ച് വിരട്ടി ഓരോന്ന് പറയിപ്പിച്ച് അയാൾ കുടുങ്ങിയും പോയി, കഷ്ടം. ഇങ്ങനെ ഓരോന്നോരോന്ന് ചോദിക്കും. പണ്ട് കോഴിക്കോട് ജില്ല കേരള കലോത്സവത്തിൽ നമ്പർ 1 സ്ഥാനം നേടിയപ്പോൾ ഭരതനാട്യത്തിന് കലാതിലകം അവാർഡ് വാങ്ങിയത് ഒരു മുസ്ലിം ഉമ്മയുടെ മോളായിരുന്നു. അപ്പൊ ചാനലുകാർ വന്നിട്ട് ആ മുസ്ലിം ഉമ്മയോട് ചോദിക്കാൻ, നിങ്ങൾക്ക് ഈ അവാർഡ് വാങ്ങിയതിൽ ഇസ്ലാമിൽ എതിർപ്പൊന്നുമില്ലേ? വേറെ ഒന്നും അവന് ചോദിക്കാനില്ല, ഗുരുത്തം കിട്ടും, ഇതേ ഉള്ളൂ. ഈ പെണ്ണെന്ത് മറുപടി കൊടുക്കുമെന്ന് അവനെ നേരത്തെ അറിയാം. എന്താ പെണ്ണ് പറഞ്ഞെന്നറിയോ? ഇസ്ലാമും പള്ളിയൊക്കെ അങ്ങനെ പറയും, എന്റെ മോളെ എനിക്കൊരു കാവ്യാമാധവനാക്കണം. ഇസ്ലാമും പള്ളിയൊക്കെ അങ്ങനെ പറയും, എന്റെ മോളെ എനിക്കൊരു കാവ്യാമാധവ ആക്കണമെന്ന് ഇനി ആരും പറയൂല. കരിയോല് കാരണം ഇറങ്ങി നടക്കാൻ വയ്യ പാവം. നമ്മൾ ആലോചിച്ച് നോക്കി, എന്തിനാണ് ഇതിന്റെ ആവശ്യങ്ങൾ എന്താ? സിനിമാ പ്രവർത്തകർ, കുറെ പാർട്ടി കാര്യങ്ങൾ, പിന്നെ ചില പള്ളികൾ തന്നെ എന്നോട് ആ തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിൽ ഒരു വെള്ളിയാഴ്ച വന്നപ്പോൾ ഒരു ലെറ്റർ കൊണ്ട് ഒരാൾ വന്നിട്ട് പറയാം, കമ്മിറ്റിപ്പെട്ട ആളാ, പിന്നെ ഉസ്താദേ എം ഹസൻ ഇവിടെ തിരുവനന്തപുരത്ത് നിർത്തുന്നതിനെതിരെ ശക്തമായ രീതിയിൽ നിങ്ങൾ ജുമഅക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ ജുമഅക്ക് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹസനെ കുറിച്ചാണ്. തന്നെ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. ഉസ്താദുമാരെ ജുമഅക്ക് പള്ളിയിൽ വോട്ട് പിടിക്കുന്ന കാലം അതിന്റെ ഒന്നും ആവശ്യമില്ല. മുമ്പ് ഒരു കഴുതയുടെ കഥ പറഞ്ഞ കണക്ക് നമ്മൾ അനുഭവിക്കാനുള്ളത് വല്ലാഹി അനുഭവിച്ചേ പറ്റൂ, ആര് വന്നാൽ. പിന്നെ ഇപ്പോഴത്തെ നേതാക്കന്മാർക്ക് ഒരു സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞാൽ, ആര് മരിച്ചാലും വണ്ടിയിൽ ഒന്ന് അവിടെ ഇറങ്ങും. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു, ഒന്ന് റീത്ത് കൊണ്ടുവച്ചു, ശരി എന്നാ ഉറങ്ങട്ടെ, ഓക്കെ അപ്പുറത്ത് വന്നടി, നമ്മൾ വാസന കണ്ടില്ല, അങ്ങനെ വന്നടി, തീർന്ന്. വന്നപ്പോ പിന്നെ ഈ മയ്യത്തിന് എല്ലാം അള്ളാഹ് പുറത്തു കൊടുത്ത് സ്വർഗത്തിൽ വിടാൻ പോവാ. വരണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, വന്നിട്ട് എന്താ ചെയ്യേണ്ടത്? റീത്തി വെച്ച് മയ്യത്തിന്റെ വയറിന് പൊക്കി പിന്നെ കുത്തി നോക്കിയിട്ടല്ല പോകാനുള്ളത്. എന്തെങ്കിലും പാവപ്പെട്ടവരാണെങ്കിൽ, സങ്കടങ്ങളുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ, എന്തെങ്കിലും സഹായമായിട്ട് പിന്നെ വരാം എന്നൊരു വാക്കെങ്കിലും പറഞ്ഞിട്ട് വേണം പോകാൻ. അങ്ങനെ എല്ലാവരും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പടച്ചറമ്പ് കാത്തിരക്ഷിക്കട്ടെ, വിശദീകരിക്കുന്നില്ല. പണ്ടൊരു കഴുതയുടെ കഥ പറഞ്ഞ പോലെ, കഴുതയും കൊണ്ട് കഴുതയുടെ മുതലാളി ഇങ്ങനെ പോയപ്പോ കൊള്ളക്കാര് വടിയിൽ നിൽക്കാൻ. കുറച്ചുപേര് പറഞ്ഞു, കഴുതയും കൊണ്ട് രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ കൊള്ളക്കാര് കഴുതയെ പിടിച്ചെടുക്കും, നിന്നെ കൊല്ലുന്നു. പിന്നെ മുതലാളി കഴുതയോട് പറഞ്ഞു, നമുക്ക് ഓടി രക്ഷപ്പെടാം. കഴുത പറഞ്ഞു, നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോ, ഞാനെന്തിനാ ഓടുന്നത്? എന്നെ നിങ്ങൾ കൊണ്ടുപോയാലും ഞാൻ ഭാരം ചുമക്കണം, എന്നെ അവർ പിടിച്ചുകൊണ്ട് പോയാലും ഭാരം ചുമക്കണം, എന്റെ കാര്യം കണക്കാം. അതുകൊണ്ട് ഞാൻ പിന്നെ പതുക്കെ കടന്നങ്ങ് പോവാ. ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. ആര് ജയിച്ചാലും ചുമക്കേണ്ടത് നമ്മുടെ കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മനുഷ്യത്വമുള്ളവരെ അല്ലാഹു ജയിപ്പിക്കട്ടെ. നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവരാറ് ഹൈന്ദവ, ക്രൈസ്തവ, മുസ്ലിം സഹോദരങ്ങൾ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നുണ്ട്. അവരുടെ കണ്ണുനീരിന്റെ ഒരു തുള്ളിക്കെങ്കിലും അറുതി വരുത്താൻ കഴിവുള്ള നേതൃത്വത്തെ റഹ്മാനായ പടച്ച റബ്ബ് അത്ഭുതകരമായി വിജയിപ്പിക്കട്ടെ. അങ്ങനെ ചാനലുകാരൻ ജോഴ്സിനോട് ചോദിച്ചതാ, ആരധികാരത്തിൽ വരും? ജോഴ്സിൻ കബഡി നടത്തിയിട്ട് പറഞ്ഞു, അധികാരത്തിൽ വരുന്നത് UDF. അപ്പൊ അച്യുതാനന്ദന്റെ സമയം നോക്കി, അച്യുതാനന്ദന് ഇനി നല്ല സമയമാണ് ഇനി വരാൻ, അത് കൊള്ളാം. അധികാരത്തിൽ വരുന്ന UDF, അച്യുതാനന്ദന് നല്ല സമയമാണ്. അതെന്താ അങ്ങനെ പറയണേ? അധികാരത്തിരിക്കുമ്പോൾ മോശമാണ്. ഇങ്ങനെ വാലും അറ്റവുമില്ലാത്ത രീതിയിൽ മറുപടി കിട്ടിയിട്ട് പ്രിയപ്പെട്ട ഉമ്മമാര് ജോത്സ്യപ്പണി നടത്തിയിട്ട് എന്തിനേറെ നിക്കാഹിന്റെ സരസില്ലേ, ആ സരസിൽ തന്റെ പൊന്നുമോളും മോനും മരുമോനും കുടിക്കാൻ പോകുന്ന പാലിൽ വരെ ഭസ്മം കലക്കുന്ന കാലമാണ്. നിക്കാഹിന്റെ അവസ്ഥയൊക്കെ അതാണല്ലോ. കഴിവിന്റെ പരമാവധി പരസ്യമായ പാലികെട്ടന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്ക് നട്ടല്ലുണ്ടെങ്കിൽ നീ ഒഴിവാക്കണമെടാ. ആണത്തമുണ്ടെങ്കിൽ, ഈമാനുണ്ടെങ്കിൽ, ഇസ്സത്തുണ്ടെങ്കിൽ നീ പറയണോ, ആകാശമൊന്നും ഇടിഞ്ഞു വീഴൂല. കുറെ പെണ്ണുങ്ങൾ കിടന്ന് ചലയ്ക്കുമത് ശരിയാണ്.
അവന് പിന്നെ ഭയങ്കര ഈമാനൊക്കെ ആയിപ്പോയി, നീ ഭയങ്കര മുസ്ലിയാർ കമ്പനി ആയിപ്പോയി എന്ന് പറഞ്ഞ് കുറെ പെണ്ണുങ്ങൾ വേണം വിചാരിക്കും. അതിലൊന്നും വലിയ കാര്യമില്ല, അതങ്ങ് തീർന്നോളും. അത് ഇച്ചിരി ക്ഷീണമൊക്കെ അങ്ങ് വരുമ്പോൾ അതങ്ങ് നിർത്തിക്കോളും. നമ്മൾ തീരുമാനം എടുക്കും. എൻ്റെ കല്യാണം തീരുമാനിക്കേണ്ടത് ഞാനാണ്. വാപ്പാരുടെ അടുത്ത് പറയുക, ഉമ്മയുടെ അടുത്ത് പറയുക, ബാക്കി കാര്യങ്ങൾ ചെയ്യുക. താലികെട്ട് പരസ്യമായിട്ട് പാലും വെള്ളവും കൂടി ഇത് കുടിക്കുമ്പോൾ കുറെ ചെറുപ്പക്കാർ മൊബൈൽ അളേ എടുത്തോടാ, എൻ്റെ ക്ലാരിറ്റി ഇല്ല, നിന്റെ മൊബൈൽ എല്ലാ പുതിയണ്ണിന്റെ ഫോട്ടോ ഇങ്ങനെ എടുത്തു വെക്കും. എല്ലാരും ഫോട്ടോയും മെമ്മറി ഫുള്ളാക്കിയിട്ട് വീട്ടിൽ പോയി കണ്ട് രസിക്കാനല്ലാതെ എന്തിനു കൊള്ളാം. വളരെ വൃത്തികെട്ട, വളരെ മോശമായ ഒരു പരിപാടിയാണ് ഈ മൊബൈലിൽ പുതിയ പെണ്ണിന്റെയും പുതുമാപ്പിളയും ഫോട്ടോ എടുക്കുന്നത്. റബ്ബ് കാത്തിരക്ഷിക്കും. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിക്കൊണ്ടു, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം എഴുതിക്കൊണ്ടു. അപ്പോ ഈ അവസ്ഥയിലാണ്. എന്നിട്ട് നിക്കാഹിന്റെ കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല. നിക്കാഹിന്റെ സരസിൽ നടക്കുന്നത് എന്തൊക്കെയാണ്? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, പെമ്മക്കള് ഹിദായത്തിന്റെ വഴിയിലേക്ക് വരുന്നത് പോട്ടെ, നല്ലൊരു പോലെ ഉസ്താദ് പറഞ്ഞു തരുന്ന അറബി വാക്കുണ്ടല്ലോ, അത് കേട്ടു പറയാൻ വരെ കഴിയാത്ത ഉപ്പമാരായി നമ്മുടെ ഉപ്പമാര് മാറുന്നില്ലേ? പള്ളിയുമായി ബന്ധം വേണം, പള്ളിയുമായി ബന്ധം വേണം. ബഹളം കണ്ട എന്തുവാ, പള്ളിയിലൊക്കെ വന്ന് താളം വിടും. മൗലവിയുടെ പ്രസംഗം ശരിയല്ലോ, അങ്ങനല്ല അങ്ങനല്ല, അങ്ങനെ താളം വിടും. മരണ വീട്ടിൽ ചെന്നാൽ മയ്യത്തിന് അങ്ങനെ പോയി പഞ്ഞി ഇങ്ങനെ കയറ്റി കുളിപ്പീര് എന്നൊക്കെ പറഞ്ഞ് 1.5 കിലോ പഞ്ഞി മൂക്കി കൂടെ കയറ്റി ചെവി കൂടെ ഞെടുക്കും. മയ്യത്ത് പുതിയ. എന്നിട്ട് മൗലവിയാരൊക്കെ ഒന്നും അറിഞ്ഞുകൂടാന്ന് പറയാം. അലിഫിന് 10 കിട്ട ടി എന്നാണ് വായിക്കുക ഉപ്പാപ്പ. അതാണ് വിവരം. നമ്മൾ ആലോചിച്ച് നോക്കി, ഇച്ചിരിയൊക്കെ ഒന്ന് ഒതുങ്ങണം. നിക്കാഹിന്റെ സരസിൽ എത്ര പേർക്ക് ഉസ്താദ് വന്ന് നിക്കാഹിന്റെ സീഗ പറഞ്ഞു കൊടുക്കുമ്പോൾ പറയാൻ കഴിയുന്നില്ല. വയസ്സായത് കൊണ്ടല്ല, അറിഞ്ഞുകൂടാ. അറബി വാക്ക് ഉപയോഗിക്കാൻ വരെ അറിഞ്ഞുകൂടല്ലോ. അറബിയോട് വല്ലാത്ത അറപ്പല്ലേ. ഇന്ത്യൻ എക്സ്പ്രസ് ആണ് എന്റെ വീട്ടിൽ വരുത്തുന്നത് എന്നൊരു വാപ്പ എത്ര അഭിമാനത്തിലാ പറയണേ. അങ്ങനെ അഭിമാനത്തോട് അൽബുസ്താൻ വരുത്തുന്നെന്ന് പറയോ, അന്നസീം വരുത്തുന്നെന്ന് പറയോ, ഇർഫാദ് വരുത്തുന്നെന്ന് പറയോ, സുന്യഫ്കാർ വരുത്തുന്നെന്ന് പറയോ, പൂങ്കാവനം വരുത്തുന്നെന്ന് പറയോ, അതൊന്നും പറയൂല. ഇന്ത്യൻ എക്സ്പ്രസ് ആണ് എൻ്റെ മോള് വായിക്കും. ഇത് പറയും, പള്ളിയിലും പറയും, പള്ളിക്കൂടത്തിലും പറയും, ആരുടെ മുന്നിലും പറയും. അറബിനോട് വല്ലാത്ത അറപ്പ്. കാന്റെ സദസ്സിൽ ചെന്നിരിക്കുമ്പോൾ പറയൂലേ മബുലകിൽ മധുക്കൂരി. അപ്പം അയാൾ പറയും, മുതുക്കിയാണെങ്കിൽ എനിക്ക് വേണ്ട. എന്തൊരു നിങ്ങൾ ചുമ്മാ ഇത്രയും പൈസ മുടക്കി മുതുക്കിയാണ്, ഞാൻ കണ്ട പെണ്ണാണെങ്കിൽ മതി, ഇവിടെ ഒരു മുതുക്കിയെന്ന്. എത്ര കല്യാണ സദസ്സ് അലങ്കോലപ്പെട്ടിട്ടുണ്ട്. നിക്കാഹിന്റെ സീഗ എന്ന് പറഞ്ഞാൽ എന്താ? യഥാർത്ഥ നിക്കാഹിന്റെ ഉടമ്പടി അതാണ് ഉടമ്പടി. അവിടെയാണ് നിക്കാഹ് നടക്കുക. അല്ലാതെ ഇത് കെട്ടണ സമയത്തും പാലുംപഴം കുടിക്കുന്ന സമയത്തും അല്ല. നിക്കാഹ് യഥാർത്ഥത്തിൽ സാധൂകരിക്കപ്പെടുന്നത് എവിടെയാണ്? എന്ന് പറഞ്ഞുകൊണ്ട് മഹറിന് പകരമായി, ഇത്ര രൂപ മഹറിന് പകരമായി നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് തരുന്നു പറയുമ്പോ ഖബിൽതു മിൻക നിക്കാഹഹാ വതസ്വീജഹാ. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞതാണ്, എന്തിനാണ് ഉസ്താദേ സ്വീകരിക്കുമ്പോ നമ്മൾ ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, എന്ത് ചിരിക്കുന്നത്? പറഞ്ഞു, എടാ അത് ചിരിയല്ലടാ. അവൻ വിചാരിച്ച് പെണ്ണ് കിട്ടുന്ന സന്തോഷം കൊണ്ട് എത്ര നമ്മൾ ആലോചിച്ച ഈ ഹാര വമീറൊക്കെ മടങ്ങണ എവിടെയെന്ന് പറഞ്ഞാൽ പെണ്ണ് ചെറുക്കൻ കളഞ്ഞിട്ട് അപ്പോഴേ ഓടും. ഇത് പഠിക്കണ്ടേ നമ്മൾ? നിക്കാഹിനെ കുറിച്ച് ബോധം വേണ്ടേ? നമ്മളല്ലാതെ വെറുതെ പോയി സ്ലോ മോഷനിൽ ഒന്ന് സ്പ്രേ അടിക്കാൻ ചെറുപ്പക്കാർ കൂട്ടുകാർ വേണം, ബനിയിടാൻ കൂട്ടുകാർ വേണം. 50 രൂപ മൊയിലാരിക്ക്, 20 രൂപ മോദിനും, 5 രൂപ അസിസ്റ്റന്റിനും എടുത്ത് മടക്കി പോക്കറ്റ് വെച്ചുകൊണ്ട് വന്നിരുന്നിട്ട് അൽഫാത്തിഹ ഫാത്തിഹ തീരുമ്പോൾ വാ പറയും, എടാ കൊറ ഞാൻ എടുത്തുന്ന മൊയിലാരിക്ക് കൊറ മൊയിലാരിക്ക് വലിയ കൂടിയ കല്യാണോ, വീഡിയോ ഉണ്ട്, ഇരഞ്ഞോളി മൂച്ചാര ഗാനമേള ഉണ്ട്. അള്ളാഹുവേ എൻ്റെ കടങ്ങളെല്ലാം ഇന്നത്തെ കല്യാണം കൊണ്ട് തീരും. 50 രൂപ പൊതിഞ്ഞങ്ങ് കൊടുക്കും. ബിസ്മില്ല. വീട്ടിൽ ചെന്നല്ല പള്ളിയിൽ ചെന്നിട്ട് നിക്കാഹ് കഴിഞ്ഞ് വന്നിട്ട് മോദിമാമോ ഓ നൂത്ത് നോക്കിയാ, ഓ അത് തന്നെ അനക്കില്ല കിടക്കണം ഇവിടെ. എന്നാ വലിയ പൊതിയായതുകൊണ്ട് ചോറും ഞാൻ ഒരുപാട് കഴിച്ചില്ല സാറേ, പൊതി നോക്കാനുള്ള ആക്രാന്ത് പറഞ്ഞു. എനിക്ക് അതെങ്കിലും കഴിച്ച് അവന്മാരെ മുടിപ്പിച്ചിട്ട് വരായിരുന്നു. അതും പറ്റിയില്ല. ചിലവും മുടക്കി ആകെ കഞ്ഞീര് വെള്ളവും. ഒരിക്കലും അവനൊന്നും കുടം പിടിക്കൂല. ഈ ശാപം കിട്ടിയാൽ പിന്നെ മോള് രക്ഷപ്പെടോ? ആലോചിച്ചു, എത്ര സ്കാൻ ചെയ്താലും കൊച്ചു തലയിരിച്ച് കിടക്കണമെന്ന് ഡോക്ടർ പറയും. ഇത് പണം ബാക്കിയുള്ളതിനൊക്കെ വാരിക്കോരി കൊടുക്കാലോ. എന്തിനേറെ കല്യാണ ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ 27 കാരിയാറ സുന്ദരികളെ കുളിപ്പിച്ചൊരുക്കി വെള്ള സാരി കൊടുത്തതാ ഇങ്ങനെ നിൽക്കും. ഒരു കല്യാണത്തിന് പോയപ്പോഴാ അങ്ങനെ വെൽക്കം മുസ്ലിയാരെ വെൽക്കം. ഞാൻ പറഞ്ഞു വെൽക്കം മുസ്ലിയാരല്ല, നൗഷാദ് മുസ്ലിയാർ. ഇങ്ങനെ നിൽക്കാൻ ഇങ്ങനെ തൊഴുതുകൊണ്ട് എത്ര മണിക്കൂറാണ് വരുന്നവരൊക്കെ വെൽക്കം വെൽക്കം ഇങ്ങനെ ആക്കി.
സ്വർണ്ണക്കടയിൽ പ്രതിമ നിൽക്കണ പോലെ. അതിന്റെ മുമ്പ് കുറെ എണ്ണം ഞരമ്പ് രോഗികൾ മൊബൈലുമായിട്ട് ഇങ്ങനെ നിൽക്കണം. അതിന്റെ മുമ്പിലുണ്ട്. ഇത് എവിടെയും കാണൂല്ലോ. സഹോദരങ്ങളെ ഓർക്കണം നമ്മൾ. അങ്ങനെ നിക്കാഹിന്റെ അലങ്കോലം എത്ര മാറുന്നുവോ അത്രത്തോളം നിക്കാഹില് ബറക്കത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതുപോലെ എത്രത്തോളം ചിലവ് ചുരുക്കാൻ പറ്റോ അത്രത്തോളം ചുരുക്കിയ നിക്കാഹ് നമുക്ക് തരട്ടെ. എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കണ്ട എന്നല്ല, സന്തോഷം വേണ്ട എന്നല്ല, ഒരു മിതത്വം നമുക്ക് ആവശ്യമാണ്. അതനുസരിച്ചാണ് ചെയ്യാനുള്ളത്. പിന്നെ ചില ആൾക്കാരുണ്ടല്ലോ, പിന്നെ കുറച്ച് ആൾക്കാരുണ്ട്, അവര് പറയും ഞാൻ ഹജ്ജ് ചെയ്ത ആളാണെന്നൊക്കെ അറിയട്ടെ, 10 പേര് ഈമാനുള്ള കുടുംബത്തിന്റെ മോളാണെന്ന് അറിയാം, അതുകൊണ്ട് ലെറ്റർ അടിക്കുമ്പോ സ്വർണ്ണ നിറത്തിൽ ഫ്രണ്ടിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അടിച്ചങ്ങ് വയ്ക്കും. സ്വർണ്ണ നിറത്തിൽ, ഈ സ്വർണ്ണ നിറത്തിൽ അടിച്ചു വെച്ചിട്ട് ഈ കല്യാണ ലെറ്ററും കൊണ്ട് എവിടെയൊക്കെ നടന്ന് നിങ്ങൾ കല്യാണം വിളിക്കും? എല്ലാ കുളിയുടെ ഫർളും ശർത്തും അറിഞ്ഞുകൂടാത്തവര്, കുളി നിർബന്ധമായാൽ കുളി അറിഞ്ഞുകൂടാത്തവര്, ഹൈന്ദവര്, ക്രൈസ്തവര്, ഖുർആനിന്റെ മഹാത്മ്യം അറിഞ്ഞുകൂടാത്തവര്, എന്തിനേറെ കുളി നിർബന്ധമായ മുസ്ലിം പെണ്ണിന്റെ കയ്യിൽ വരെയും അത് നാം കൊണ്ടു കൊടുക്കൂലേ. എന്നിട്ട് വിറക് പുരയിലും അതുപോലെ ഓഡിറ്റോറിയത്തിലും വീടിന്റെ തലേ ദിവസം വീടിന്റെ പാചകപ്പുരയിലുമല്ല അല്ലാഹുവിന്റെ ഖുർആനിന്റെ ബിസ്മില്ലേ സവിട്ടി തേക്കൂലേ. എന്റെ പ്രിയപ്പെട്ടവർ, നിന്റെ ഇസ്ലാമിയത്ത് കാണിക്കാനുള്ളത് മോളെ കല്യാണക്കത്തിന്റെ ഫ്രണ്ടിലല്ല, അള്ളാന്റെ മുമ്പിലാണ്. ആ കത്തടിക്കുമ്പോഴും ഇച്ചിരി നമ്മളൊന്ന് കുറഞ്ഞ രീതിയിൽ നമ്മൾ അടിക്കണം. ഇംഗ്ലീഷിലൊക്കെ ഇപ്പൊ എല്ലാവരും അടിക്കോളൂ. ഇംഗ്ലീഷിൽ കത്തുകൊണ്ട് തരുമ്പോൾ ആദ്യം ഓഡിറ്റോറിയത്തിന്റെ പേര് നോക്കും, സമയം നോക്കും, മടക്കി അങ്ങ് വയ്ക്കും. മനസ്സിലായല്ലോ എവിടാണെന്ന് മനസ്സിലായി. ഇത് അടിക്കുന്ന ആളിന് പറഞ്ഞുകൂടാ, വായിക്കുന്ന ആളിന് പറഞ്ഞുകൂടാ. പ്രസ്സിൽ കൊണ്ട് കൊടുത്ത് പറയും മറ്റേ ഈ ഡയലോഗ് വെച്ച് ഒറ്റ അടി അങ്ങ് അടിച്ചിരിക്കാൻ പറയും. മോളെ പേര് മാറില്ല, ബാപ്പാരെ പേരും മാറും, ബാക്കി എല്ലാം കറക്റ്റ് മറ്റേ ലെറ്ററിലോ പഠിക്കും. എന്താണ് എഴുതി അല്ലാഹു അഅലം ഇങ്ങനെ കൊണ്ട് നടക്കുക. ആർക്കും ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിന്റെ വിഷയം ആരും ഗൗരവത്തോടുകൂടി ചിന്തിക്കാറില്ല. അങ്ങനെ അടിച്ച് വലിയ പവർ കാണിക്കും. നിങ്ങളുടെ സമ്പത്തനുസരിച്ച് നിങ്ങൾ ചെയ്തു, ഞാൻ അതിനെ എതിർക്കുന്നില്ല. പക്ഷെ ചെയ്യുമ്പോൾ എത്രത്തോളം നമുക്ക് കുറച്ച് ചെയ്യാൻ പറ്റും അത്രത്തോളം നമ്മൾ കുറയ്ക്കണം. അഭിമാനത്തിന് ക്ഷതം വരുന്ന രീതിയിൽ ഓഡിറ്റോറിയം നിങ്ങൾ മാറ്റണ്ട, ലെറ്റർ നിങ്ങൾ ഒഴിവാക്കണ്ട, ഐസ്ക്രീം നിങ്ങൾ കല്യാണത്തിൽ നിന്ന് മാറ്റണ്ട, ഒക്കെ നിങ്ങൾ കൊടുത്തു. കുഫുവത്ത രീതിയിൽ തന്നെ നടത്തിക്കോ. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ കാശുകാരനാണ്, അപ്പൊ അതുകൊണ്ട് ഉസ്താദിക്കുക, അങ്ങനെ തന്നെ നടത്തിക്കോ. പക്ഷേ നമ്മളുടെ അവസ്ഥയിൽ വെച്ച് നമുക്ക് എത്ര ആഡംബരം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കുറയ്ക്കണം. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ അങ്ങനെയെങ്കിലും ചെയ്യണം. റബ്ബ് നമുക്ക് തൗഫീക്ക് തരട്ടെ. അത് കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞാൽ സന്തോഷത്തോടെ പുതുമണവാട്ടിയുടെ വീട്ടിലേക്കാണ്. അൽഹംദുലില്ലാ, ആദ്യം പുതുമണവാളന്റെ വീട്ടിൽ. നമ്മുടെ നാട്ടിലെ ശൈലിയാണ് നിക്കാഹിന്റെ സരസിൽ നിന്നാദ്യം പുതുമണവാളന്റെ വീട്ടിൽ, അത് കഴിഞ്ഞ് പുതുമണവാളന്റെ വീട്ടിലേക്ക് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കുറച്ചാര് അമ്മിക്കല്ലും മിക്സിയും പിന്നെ ഇതൊക്കെ ആയിട്ട് വരും. വന്നിട്ട് ഡബിൾ ഡോറുള്ള ഫ്രിഡ്ജൊക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് അവിടുന്ന് രാത്രിക്ക് മുമ്പ് പുതുമണവാട്ടിയുടെ വീട്ടിലേക്ക് പോകും. പുതുമണവാളന്റെ വീട്ടിലേക്ക് വരാൻ നേരം ഓഡിറ്റോറിയത്തിൽ നിന്ന് പുതുമണവാട്ടിക്ക് അതുവരെ ഇല്ലാത്ത ഒരു കരച്ചിലുണ്ട്. പോയി വരട്ടെ ഉമ്മ, ഉമ്മ എന്നെ കൊലക്ക് കൊടുത്ത ഉമ്മ കരച്ചില്ല. വാപ്പായ നോക്കി കരച്ചില്, വാപ്പായുടെ സങ്കടം കെട്ടിപ്പോയി. മോളെ പോയി കാവിശാലെ എന്നെ കൊണ്ട് കടക്കടിയായി. അങ്ങനെ വാപ്പ കരയണം. ഈ കരച്ചിലുണ്ടല്ലോ ആവശ്യമില്ലാത്ത പരിപാടിയാണ്, വളരെ വൃത്തികേടാണത്. മനസ്സറിഞ്ഞ് കരയുന്ന എത്ര പേരുണ്ട്. കല്യാണത്തിന് എന്ന് കരയാന്ന് പറഞ്ഞാൽ കല്യാണം വേണ്ടേ? തലേ ദിവസം വരെ ജീനത്ത് പെണ്ണിന്റെ മാറത്തെ മാണിക്ക എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരി ഒന്ന് കവളത്തൊക്കെ നുള്ളി തലേ ദിവസം മരാഞ്ചിട്ടപ്പോ കരച്ചിലൊന്നും വരുന്നില്ലല്ലോ. ഇപ്പൊ നിക്കാഹിന്റെ സമയത്ത് മാത്രം കരച്ചിലൊന്നും ഉമ്മായും ഉപ്പായും വിട്ടുപോണ സങ്കടമൊന്നും അല്ല. വീഡിയോക്കാരൊക്കെ നിൽക്കുമ്പോ ഉമ്മാരെ നകന്നു പോകുമ്പോ സങ്കടം വന്നില്ലെങ്കിൽ ഞാൻ എന്തൊരു സ്നേഹമില്ലാത്ത പെണ്ണാന്ന് കരുതൂലേ. അതുകൊണ്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങും, കണ്ണീര് കാണണം. ഇത് കാണുമ്പോ ഭർത്താവ് ചിലപ്പോ പറഞ്ഞാൽ എങ്ങനെ നീ ഇവിടെ നിന്നടി ഞാൻ പോണേ എന്ന് പറഞ്ഞാലേ ചിരിച്ചോണ്ടപ്പോഴേ വണ്ടി കയറിയെങ്കിൽ. എല്ലാ പുതുമാപ്പിളമാരും ചെയ്യുന്ന ഒന്നാമത്തെ അബദ്ധം എന്തെന്നറിയോ? കല്യാണത്തിന് 2 മാസത്തേക്ക് റെന്റിനൊരു വാഹനം എടുക്കും. എല്ലാവരും എടുക്കും, കിടക്കാടം ഇല്ലാത്തവനും എടുക്കും. എന്തിനേറെ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ നിവർത്തിയില്ലാത്തവനും. കാരണം അച്ചാരം കിട്ടിയ പൈസ ഉറച്ചിരിപ്പുണ്ട്. പിന്നെ റെന്റ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 2 മോതിര ഊരി അങ്ങ് വിറ്റാ മതിയല്ലേ. വേണ്ട കിടക്കമല്ലേ, 10 വിരലിലുണ്ടാകാ
ഏതെങ്കിലും ഒന്ന് ഊരി കൊടുത്താൽ സംഭവം കമ്പൂര്. അങ്ങനെ ഒരു വാഹനം എടുക്കും, അതിൻ്റെ അകത്തേക്ക് AC ഇട്ട് ഭാര്യ അങ്ങോട്ട് കയറ്റി ഇരുത്തി ഡാഡി മമ്മി വീട്ടിലെ പാട്ട് കിട്ടണ ഒരൊറ്റ പോക്ക. പിന്നെ ഈ പെണ്ണെപ്പോഴാ കരയാ? നമ്മൾ ആലോചിച്ച് നോക്കി, ഇതൊക്കെ വെറുതെയാണ്. പിന്നെ കണ്ണീരൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ഒഴുക്കിക്കോ, ഞാൻ പറഞ്ഞു വരുമ്പോൾ അത് ഒഴിവാക്കിയിൽ എന്നൊരു പരാതി വേണ്ട, അതുകൊണ്ട് പറഞ്ഞത്. അങ്ങനെ വാഹനത്തിലേക്ക് കയറുമ്പോ എന്റെ പ്രിയപ്പെട്ട പുതുപെണ്ണേ, ആദ്യമായിട്ട് അള്ളാഹു നിഷിദ്ധമാക്കിയിരുന്നതല്ല, നിനക്ക് ഹലാലാക്കി തന്ന പ്രിയതമന്റെ കൂടെ വാഹനത്തിലേക്ക് കയറുമ്പോ അള്ളാഹയെ ഓർക്കുമോ പെണ്ണേ? ഓർക്കണം, എത്രയോ വിവാഹ സരസിൽ നിന്ന് വീട്ടിലേക്ക് പോയ വാഹനം മറിഞ്ഞ് അപകടത്തിൽ പെട്ടിട്ടുണ്ട് പെണ്ണേ. ഓർക്കണം, കല്യാണം കഴിയുമ്പോ പിന്നെ മരിക്കൂല, പിന്നെ 10 പെറ്റേ ഞാൻ മരിക്കൂ എന്നൊന്നും ഒരു പെണ്ണും കരുതണ്ട. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോ ഭർത്താവിന്റെ ഉമ്മ അവിടെ പൂജ നടത്തിയ മുട്ടയുമായിട്ട് നിപ്പുണ്ട്. മരുമോളെ വീട്ടിലേക്ക് കയറ്റാൻ മരുമോള് വന്ന് കാലെടുത്ത് 1ാമത്തെ പടിയിൽ അങ്ങോട്ട് വെക്കുമ്പോ ഉമ്മ സുപ്രചാരാമപൂർവ സന്ധ്യാ പ്രവർത്തതേ ഉദ്ദിഷ്ട നരശാർദുരം കർത്തവ്യം ദൈവമാന്തിതം. മോളകത്ത് കയറി, വാദം എല്ലാം ഒഴിവായി, സ്വർഗത്തിലേക്ക് കയറിയിരിക്കുക. ഇതെവിടെന്നാ ഉമ്മമാര് പഠിച്ചത്? മുട്ടയെ നിലവിളക്കും കൊണ്ട് തലയിലൊഴിഞ്ഞ് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, മറന്നുകൊണ്ട് അനാവശ്യങ്ങൾക്ക് മാത്രം സ്ഥാനം കൊടുത്തുകൊണ്ട് കുടുംബജീവിതം തുടങ്ങുമ്പോ അതിലെന്ത് ബറക്കത്താ. ഇന്ന റജുല ഇദാ നദറ ഇലാ ഇംറഅതിഹി വനളറതിലി നളറല്ലാഹു ഇലൈഹിമാ നളറത റഹ്മാ. ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയ, ഭാര്യ തന്റെ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയ, നളറല്ലാഹു ഇലൈഹിമാ, നോട്ടം നോക്കുന്നതാ. വൈദാ അഖദ ബികഫിഹാ, ആ ഭാര്യയുടെ കയ്യിലേക്ക് ഭർത്താവ് ഇങ്ങനെ തൊട്ടോ, തസാഖതത് ദുനൂബഹുമാ ഫീ ഖിലലി അസാബിഹിമാ, അവർ ചെയ്തു പോയ ചെറുപാപങ്ങൾ പോലും കരുണക്കടലാറെ പടച്ച റബ്ബ് പുറത്തു കൊടുക്കുമെന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ഈമാനുള്ളവരുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് പറഞ്ഞതാ. ആ മണവറയിലേക്ക് കടന്നു വരുമ്പോ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് കല്യാണ മാമാങ്കങ്ങളാണ്. ഞാനിതാ കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് അതിന് പോയി. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം ചേർക്കണമെന്ന് പറയുന്ന ചേർക്കളം അബ്ദുബ്ബാട മഹല്ലിൽ ഞാൻ അതിന് പോകുന്നുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ദുആ ചെയ്യൂ പ്രിയപ്പെട്ടവരെ. ഏറ്റവും അധികം കല്യാണത്തിന് മാമാങ്കങ്ങൾ നടക്കുന്നത്, പുതുമാപ്പിളയെ പറ്റിക്കലും ഞെട്ടിക്കലും ഒക്കെ നടക്കുന്നത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ്. അല്ലാഹുണ്ടെങ്കിൽ നിങ്ങൾ ദുആ ചെയ്തു. അവിടെ പോയി അത് പറന്ന് 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 വിവാഹത്തിന്റെ പ്രഥമ രാത്രി മുതൽ തലേ ദിവസം മുതൽ ഇങ്ങോട്ടുള്ള ഓരോ ദിവസവും ഭർത്താവിനോട് കാണിക്കുന്ന കോമാളിത്തരങ്ങളുമായി ഒരുങ്ങി നിൽക്കുന്ന കൂട്ടുകാർ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാ. അൽഹംദുലില്ലാഹ്, നമ്മുടെ കൂട്ടുകാരെ ശ്രമം കൊണ്ട് നടക്കുന്നതാ. നിങ്ങൾ ദുആ ചെയ്യണേ. എത്രയോ സ്ഥലത്ത് നടക്കുന്നുണ്ട്. പുതുമണവാട്ടിയുടെ വീട്ടിൽ വന്ന് മെത്തയിലിരിക്കുമ്പോ താഴെ നാമിട്ട് പൊട്ടി അങ്ങ് തെറിക്കും. മെത്ത കീറി പഞ്ഞി മൊത്തം പേരിടത്തിലായി. ഇത് കൂട്ടുകാര് ചെയ്ത പണിയാ. എല്ലാ വൃത്തികേടുകളും ചെയ്ത് ഇങ്ങനെ വെക്കും. ഒരു സമ്മാനം കൊണ്ട് കൊടുക്കും. സമ്മാന പൊതി അങ്ങോട്ട് തുറക്കുമ്പോൾ ഒരു കൈ ഇങ്ങനെ ഇരിക്കും, ഒരൊറ്റ ഇടി മൂക്കിന്. വിവാഹത്തിന്റെ പ്രഥമ രാത്രി നടക്കുന്ന കാര്യമാണ് ഇത്. കൂട്ടുകാരെ വിചാരം ഭയങ്കര തമാശയാണ് അളിയാ. അവൻ വെളുക്കടോരെ ചിരിച്ചിരിച്ചു പാടുവരെ ഉള്ളെന്ന് പറയും. അവൻ നിന്നെ ശപിച്ചുകൊണ്ടായിരിക്കും കിടക്കുക. ഒരു പുതുമണവാട്ടിക്ക് പണി കൊടുത്തത് എങ്ങനെയെന്നറിയോ? മണവറയുടെ ജനലിന്റെ സ്ക്രൂ ഇളക്കി വെച്ചിട്ട് അങ്ങ് പോയി. ഭർത്താവ് പറഞ്ഞു, ആ ജനൽ അടയ്ക്കൂ. ജനൽ അടയ്ക്കാൻ വേണ്ടി പുതിയോണ്ട് ജനൽ മാത്രം കണ്ട് അതോടുകൂടി ജനലോടുകൂടി അങ്ങ് അപ്പുറത്ത് നിന്ന് വിട്ടു. രാത്രി ആശാരിയെ വിളിച്ചോണ്ടെന്ന് 1 മണിക്ക് ടിക്കോ ടിക്കോ. ഇതാ കൂട്ടുകാർ ഫോൺ വിളിച്ച്, അളയാ സുഖാണോ? അവിടെ സൗണ്ടൊക്കെ കേൾക്കുന്നു. ആശാരി അതല്ലേ. ഇതാണ് വിവാഹത്തിന് കൊടുക്കണ പണി. ഇത് വലിയ തമാശ എന്ന് കരുതിയിരിക്കുക. ഇത് ക്രൂരതയാണ്, ചെയ്യരുതൊരിക്കലും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതെല്ലാം കഴിഞ്ഞ് വിവാഹത്തിന് ജീവിതത്തിന് തുടക്കം കുറിക്കുമ്പോൾ എന്റെ സഹോദരങ്ങളെ, അള്ളാഹുവിനോട് ദ്വാരക്കണേ.
കഴിയുമെങ്കിൽ ഒരു 2 റക്അത്ത് ആ മണവറക്കകത്ത് അല്ലാഹനെ നിസ്കരിക്കണേ. മറന്നുപോകരുത്. അതൊക്കെ ചെയ്താ വലിയ ബറക്കത്താണ്. അത് കഴിഞ്ഞ് കുടുംബജീവിതം തുടങ്ങുകയാണ്. നിന്റെ ഇഷ്ടവും പെണ്ണിന്റെ ഇഷ്ടവും രണ്ടും രണ്ടാണ്. ആ 2 ഇഷ്ടവും മനസ്സിലാക്കാനുള്ള മനപ്പൊരുത്തം നിനക്കുണ്ടായിരിക്കണം. ചില ഭർത്താക്കന്മാർക്ക് ഇറച്ചിക്കറി ഇഷ്ടമായിരിക്കൂല, എന്നാൽ ഭാര്യ അതനുസരിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും. ദറസിലൊക്കെ പഠിച്ച ഉസ്താദുമാരാണെങ്കിൽ ആ ഭർത്താക്കന്മാർക്ക് ചിലപ്പോ സാമ്പാറൊക്കെ വലിയ ഇഷ്ടമായിരിക്കും. കാരണം എന്താ, എന്നും കോളേജിലും ദറസിലൊക്കെ ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയത്. അപ്പൊ അതനുസരിച്ച് ഭാര്യ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. എല്ലാം അങ്ങനെ. ചില ഭാര്യമാരിങ്ങനെ പറയൂലേ, ഇക്കാടെ ഈ ഇതുണ്ടല്ലോ, ഈ മുണ്ടുടുക്ക് അത് വേണ്ട, ജീൻസ് ഇട്ട അടിപൊളിയായിരിക്കും. അങ്ങനെ ജീൻസ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ നടന്നു അങ്ങനെ മുണ്ടുടുത്ത പാവപ്പെട്ടവരെ കൊണ്ട് ആദ്യമായിട്ട് ജീൻസ് ഇടിപ്പിക്കും. അവനാണെങ്കിൽ യൂറോപ്യൻ ക്ലോസറ്റിൽ നിന്ന് ഇറങ്ങിയ മാതിരി ചുറ്റുകൂലെ കൂടെ നടന്നു പോകുമ്പോൾ അല്ലാ ഇത് എന്തോളയാ പോണത്. അങ്ങനെ ഇത് ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് ചെയ്യാം. ഇത് ഇസ്ലാമിന്റെ അടയാളങ്ങൾ പോലും താടി വഴിക്കുന്നവരില്ലേ, നരച്ച മുടി കറുപ്പിക്കുന്നവരില്ലേ, എത്രയോ പേരുണ്ട്. നരച്ച രോമം കറുപ്പിക്കുന്നവരില്ലേ. ഭാര്യ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ചോദിക്കും, എന്താ ഉപ്പാപ്പ നരച്ചിരുന്നൊക്കെ മൊത്തം അങ്ങ് കറുത്തുള്ളൂ, വൈഫിന് ഇഷ്ടമല്ല, എന്ത് ചെയ്യാൻ പറ്റും. ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് എല്ലാം ഇങ്ങനെ കറുപ്പിക്കാനും വടിക്കാനും ഇങ്ങനെ നടക്കാൻ. ഇസ്ലാമിന്റെ ചിഹ്നമെങ്കിലും ബാക്കി വെക്കണം. ഭാര്യയുടെ വാക്ക് കേട്ട് കേൾക്കണ്ടെന്നല്ല, അല്ലാഹുവിന്റെ റസൂൽ പലതും ഭാര്യമാരുമായിട്ട് ആലോചിച്ചിട്ടുണ്ട്. നമുക്ക് അതൊക്കെ പഠിക്കാനുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യമാരുടെ വാക്ക് കേൾക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ പോലും വലിച്ചെറിയുന്ന തരത്തിൽ ജീവിതത്തെ മാറ്റിമറിക്കല്ലേ. കല്യാണം കഴിഞ്ഞു തുടങ്ങുന്ന ആദ്യത്തെ ഒരു 5-6 മാസമുണ്ടല്ലോ, ഭർത്താക്കന്മാർ ഒരുപാട് ശ്രദ്ധിക്കണം. സ്നേഹം ഒരുപാട് വാരിക്കോരി കൊടുക്കാൻ പാടില്ല. സ്നേഹത്തിന് നിയന്ത്രണം വെക്കണം. എല്ലാരും ആദ്യ സമയം മോളൂന്നേ വിളിക്കൂ, മോളൂ. ഭയങ്കര ഭാര്യ വിചാരിക്കും, അല്ലോ എനിക്ക് കിട്ടിയത് വലിയ ഭാഗ്യം തന്നെ, എന്തൊരു സ്നേഹമാണ് എൻ്റെ ഇക്കാക്ക്. മോളൂന്ന് വിളിച്ചിട്ടേ എനിക്കങ്ങ് റൂമൊക്കെ ആയിഷ സത്യം റൂമൊക്കെ എഴുന്നിട്ട് കുലോത്തൊക്കെ പേർന്ന് വിളിക്കണം. ഇത്രയ്ക്ക് എനിക്ക് എൻ്റെ ഭർത്താവ് എന്നെ ഇത്രയ്ക്ക് ജീവനോ സങ്കടം കൊണ്ടോ. 4-5 മാസം കഴിയുമ്പോൾ ഭർത്താവിൻ്റെ ചെവിയിൽ ഒരു ചെമ്പരത്തിപ്പൂ. സ്നേഹം കുറച്ചേ ആദ്യം കൊടുക്കാവൂ, എങ്കിലേ അതിനോട് താല്പര്യം തോന്നൂ. ആദ്യമേ എല്ലാം വാരിക്കോരി അങ്ങ് വിളമ്പിയ പിന്നെ ഭാര്യ വിചാരിക്കും ആൾ ഇത്രയേ ഉള്ളൂ, മരവണ്ടനാടി, എനിക്കറിയാനാണ് തീരും. അങ്ങനെ ആവരുത്, ശ്രദ്ധിക്കണം. സിനിമാ മാസികയും വായിച്ചുകൊണ്ട് നടന്ന അങ്ങനെ പറ്റൂ. ജീവിതത്തെക്കുറിച്ച് പഠിക്കണം. അലി റളിയല്ലാഹു അൻഹു എത്ര വലിയ തമാശ തന്റെ ഭാര്യയോട് പറയുമായിരുന്നു. പക്ഷേ ഒരു ദിവസം പിണങ്ങിയിട്ട് അനങ്ങിയില്ല. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ മുമ്പ് വന്ന് പല പേരും കാണിച്ചു. നല്ല ഗൗരവത്തിൽ ഭർത്താവിന്റെ റോൾ അങ്ങോട്ട് അഭിനയിച്ചു. സങ്കടപ്പെട്ടു പോയി. അവസാനം ഇണങ്ങി കരഞ്ഞ് നബിതങ്ങളുടെ മുമ്പ് വന്നപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, നീ പിണങ്ങിയിരിക്കുന്ന സമയത്താണ് മരിച്ചത് എങ്കിൽ മാ സല്ലൈതു ബികി യാ ഫാത്തിമ, നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഞാൻ ഉണ്ടാവൂല. നബി മുഹമ്മദ് മുസ്തഫ. ഭർത്താവിൻ്റെ കൂടെ പിണങ്ങിയിട്ട് ഫാത്തിമ നീ മരിച്ചാൽ കരളിന്റെ കഷ്ണോ അള്ളാന്റെ ഹബീബിന്റെ, നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഞാൻ ഉണ്ടാവൂല. ആര്യമാര് പറയൂലേ അല്ലേ, ഭർത്താവിനോട് പറയൂലേ, കിളവൻ മൂപ്പിലാനുണ്ടോടി എവിടെ ചോദിക്കുക. കൂട്ടുകാരങ്ങോട്ട് ചോദിക്കുന്നത് കിളവൻസ് വിളിക്കലുണ്ടോ ഇപ്പൊ ദുബായിലോ കുവൈറ്റിലോ ചോദിക്കാറുണ്ട്. കിളവൻസ് എന്ന് വാക്കൊന്നും ഉപയോഗിക്കരുത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ, സുജൂദും റുകൂഉം ഒഴികെ എല്ലാ താഴ്മയുടെ ഭാഗങ്ങളും ഒരു ഭാര്യ തന്റെ ഭർത്താവിന് വേണ്ടി ചെയ്യേണ്ടി വന്നാ ചെയ്യണം. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് സുജൂദ് ചെയ്യാ പറയുമായിരുന്നെങ്കിൽ ലമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ, തന്റെ ഭർത്താവിന് മുന്നിൽ സുജൂദ് ചെയ്യാൻ ഭാര്യയോട് പറയുമായിരുന്നു അത്രേ. തന്റെ ഭർത്താവിന് മുന്നിൽ സുജൂദ് ചെയ്യാൻ ഭാര്യയോട് പറയുമായിരുന്നു അത്രേ. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉഷാറായിരുന്നു. ഇവറ്റകളൊക്കെ ഒരു പാഠം പഠിച്ചു. എല്ലാ ദിവസവും രാവിലെ ഒന്നു കൊടുത്ത് മച്ചാഹു അക്ബർ, ഇക്കാഹു അക്ബർ, അച്ചുവിന്റെ വാപ്പാണ് അക്ബർ, ഇങ്ങനെ നിസ്കരിച്ചത്. എന്നിട്ട് സുജൂദ് ചെയ്തതിന് മുമ്പ് വന്ന് അല്ലാഹുവിന്റെ റസൂൽ അത് ശരിയായില്ല, അത് വേണ്ടാന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ആരും ആർക്കും സുജൂദ് ചെയ്യേണ്ട, അല്ലാഹുവിന് മാത്രമാണ് സുജൂദിന്റെ അവകാശം. അങ്ങനെ പറഞ്ഞ പെണ്ണെന്ന് പറഞ്ഞ് ഇന്ന് വാല് കഴിഞ്ഞ ചുറ്റുമൂലയിൽ നിന്ന് വീട്ടിലേക്ക് ചെന്നിട്ട് പറഞ്ഞോട്ടാടി
സുജൂദ് ചെയ്യണോന്ന്. അവിടെ എന്നെ വരച്ചവരെ നിർത്തി ഇവിടെ കിടന്ന് എന്തുവായിരുന്നു ചേട്ടൻ ചെയ്യടി ഓതോർത്തോളൂ. അങ്ങനെ പറയാനല്ല. അല്ലാഹുവിന്റെ റസൂൽ വേറൊന്നും പറഞ്ഞിട്ട് അല്ലൗസാല മൻഖറാഹു ദമം വഖൈഹ വല ഹസതുഹു ബിലിസാനിഹ. ഭർത്താവിന്റെ കയ്യിൽ കാലിൽ പഴുപ്പ് പൊട്ടി ചീഞ്ചലം ഒഴുകി നാവ് കൊണ്ട് നക്കിയെടുത്താലും ഭർത്താവിനോടുള്ള കടമ തീർന്നില്ല. ഇതും പറഞ്ഞ് ഡയലോഗ് അടിക്കാൻ മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ. ചിലവിന് കൊടുക്കണം, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം. നല്ല ഭർത്താവായിട്ട് നിങ്ങളും മാറണം. ഭാര്യ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഭർത്താവായി ഞാനും നിങ്ങളും മാറണം. എങ്കിലേ നമുക്ക് അങ്ങനെ ഒരു അവകാശവാദം പറയാൻ അർഹതയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം നിങ്ങൾ. ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ, അബൂ സലമ റളിയല്ലാഹു തആല അൻഹു വളരെ സന്തോഷത്തോടെ ജീവിച്ചവരാണ്. അള്ളാന്റെ ഹബീബിന്റെ അടുത്ത് പോയിട്ട് അബൂ സലമ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ഉമ്മു സലമ, ഇന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്ന ഒരു ദുആ നിനക്ക് ഞാൻ പറഞ്ഞു തരാം പെണ്ണേ. ഭാര്യയും ഭർത്താവിന്റെയും ശൈലി നമ്മൾ കണ്ടോ? കുടുംബജീവിതം കൂടുമ്പോൾ ഇമ്പം, അതാണ് കുടുംബം. കൂടുമ്പോൾ ഇമ്പം, അതാണ് കുടുംബം. ആ കൂടുമ്പോൾ എന്ന് പറയുന്നത് ഭാര്യാഭർത്തൃ ബന്ധത്തെ കുറിച്ച് പറഞ്ഞതല്ല. ഭാര്യയെ കാണുമ്പോ, അവളുടെ അടുത്തിരിക്കുമ്പോ, അവളുമായി സംസാരിക്കുമ്പോ, അവളെന്റെ മടിയിൽ കിടക്കുമ്പോ, ഞാൻ അവളെ മടിയിൽ കിടക്കുമ്പോ, അവളുടെ മുടിയിലൂടെ കൈ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ, അവളോട് ഫോണിൽ സംസാരിക്കുമ്പോ എപ്പോഴും ഇമ്പം, അതാണ് കുടുംബം. എന്റെ പ്രിയപ്പെട്ടവര്, ദീനിന് വേണ്ടി എല്ലാം പങ്കുവെക്കാനുള്ള മനസ്സ് ആ കുടുംബ ജീവിതത്തിന്റെ വക്താക്കൾക്ക് ഉണ്ടായിരിക്കണം. അബൂ സലമ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആ കൊണ്ടുവന്ന് ഉമ്മു സലമാക്ക് പറഞ്ഞു കൊടുക്കുന്നു, പെണ്ണേ, ഇന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന ദുആ ഇതാണ്. നമ്മളും അങ്ങനെ ചെയ്യണം. നമ്മുടെ ഭാര്യയോട്, എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല നല്ല ദീനീ പുസ്തകങ്ങളുണ്ടല്ലോ. സുന്നത്ത് ജമാഅത്തിന്റെ കരുത്തരായ പണ്ഡിതന്മാരെഴുതിയ പുസ്തകങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഭാര്യയോട് പറഞ്ഞിട്ട് വായിക്കണം. രണ്ടുപേരും വായിച്ചു പഠിക്കണം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യണം. അൽഹംദുലില്ലാഹ്, അതല്ലേ മക്കയിലും മദീനയിലൊക്കെ ഭാര്യയും ഭർത്താവും പോകുമ്പോ പരസ്പരം ചോദിക്കുന്നത് പോലും കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവര്, ഉസ്താദേ, എന്റെ ഭർത്താവ് 4 ഖത്തമാണ് ഓതിയത്, ഞാൻ ഇന്നലെ 5 എണ്ണം തീർത്തു. ഉടനെ ഭർത്താവ് പറയുന്നു, അല്ല ഉസ്താദേ, ഞാനിതാ ഇന്ന് 6 എണ്ണം തീർക്കും, എനിക്ക് വളക്കാലം ഈമാ കൊണ്ട് മുമ്പത്തിയിലെത്തണോ. അതിനുള്ള മാത്സര്യബുദ്ധി നമ്മുടെ ജീവിതത്തിൽ കാണുന്നുണ്ടോ? വീഗാലാൻഡ് കാണിക്കാൻ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ് കരയുന്ന ചുറ്റുമൂരയിലെ പെണ്ണേ, കൊല്ലം ബീച്ചിൽ 1/2 മണിക്കൂർ കൊണ്ടിരുത്തി കപ്പലണ്ടി വാങ്ങി തരാൻ പറഞ്ഞിട്ട് കേൾക്കാത്ത മനുഷ്യ, നിങ്ങൾക്ക് എന്ത് ഭർത്തൃ സ്നേഹമാ, ഭാര്യയോടുള്ള സ്നേഹമാ എന്ന് ചോദിച്ച് കളിയാക്കുന്ന പെണ്ണ്. അബൂ സലമ പള്ളിയിൽ നിന്ന് വന്നിട്ട് പറയുന്ന കണ്ടോ, ഉമ്മു സലമ, ഉമ്മു സലമ, ഓടിവാ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന ഒരു ദുആ നിനക്ക് പഠിപ്പിച്ചു തരാ. എത്ര പേര് പള്ളിയിൽ നിന്ന് ഉസ്താദിന്റെ ജുമാ പ്രസംഗം കേട്ടിട്ട് ഭാര്യയോട് പോയി പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ അങ്ങനെ പോയി പറഞ്ഞോ? എത്ര ഭാര്യമാര് കേൾക്കാൻ മനസ്സ് കാണിക്കുന്നുണ്ടോ? അബൂ സലമ ചെന്നിട്ട് പറഞ്ഞു, പെണ്ണ്. ഉമ്മു സലമ വേഗം ഇറങ്ങി വന്നു. അബൂ സലമ പറഞ്ഞു കൊടുക്കുന്നു, എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെട്ടു പോയാ, അല്ലാഹുമ്മ അജ്റിനി ഫീ മുസീബത്തി വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. ഈ ദുആ നല്ലതാണ് പെണ്ണ്. ഈ ദുആ നീ ചെല്ലണം. എന്താ ദുആന്റെ അർത്ഥം? അല്ലാഹുമ്മ അജ്റിനി ഫീ മുസീബത്തി, എനിക്ക് സംഭവിച്ചു പോയ വിപത്തിൽ നീ എനിക്ക് പ്രതിഫലം തരണേ അല്ലാഹ്. വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, ഇതിന് പകരം എനിക്ക് ഇതിനേക്കാൾ ഉത്തമമായത് പകരം തരണേ അല്ലാഹ്. എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാ, ആരെങ്കിലും വിലപിടിപ്പുള്ളവര് മരിച്ചു പോയാ, നിന്റെ സ്നേഹം നിന്റെ മനസ്സിന്റെ അകത്ത് സ്ഥാപിച്ചിരുന്ന കഥാപുരുഷന്മാര് ലോകത്തോട് വിട പറഞ്ഞ ഈ ദുആ വളരെ നല്ലതാണ്. അബൂ സലമ റളിയല്ലാഹു അൻഹു ഇത് പഠിപ്പിച്ചു കൊടുത്തു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ അതങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങി. എന്നിട്ടത്
മനപ്പാഠമാക്കി വെച്ചു. സുബ്ഹാനല്ലാഹ്. കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയി. ഉമ്മു സലമയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു. 4 മാസവും 10 ദിവസവും ഭർത്താവ് മരിച്ചാൽ യുദ്ധയിരിക്കണമല്ലോ. അങ്ങനെ യുദ്ധയിരിക്കുന്ന സമയത്ത് ഉമ്മു സലമ അല്ലാഹുവോട് ചൊല്ലിയ ദുആ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്ത് ഭർത്താവ് കൊണ്ട് പറഞ്ഞു കൊടുത്ത ദുആയാ, അല്ലാഹുമ്മ അജ്റുനീ ഫീ മുസീബത്തി. എന്റെ ഭർത്താവ് പോയല്ലോ, അതൊരു ദുരന്തമാണ്, എന്റെ വിപത്താണ്, അതിലെനിക്ക് പ്രതിഫലം തരണേ അല്ലാഹ്. വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. അതിനേക്കാൾ ശ്രേഷ്ഠമായതിന് എനിക്ക് പകരം തരണ റബ്ബേ എന്ന് ബഹുമാനപ്പെട്ട ഉമ്മു സലമ ദുആറുന്നു. എന്നിട്ടോ ആ ഇദ്ദയുടെ കാലാവധിയിലങ്ങൾ ദുആ ചെയ്യുമ്പോ ഉടനെ തന്നെ ഉമ്മു സലമ വിചാരിക്കാറുണ്ട്, ഇതിനേക്കാൾ നല്ലത് പകരം തരണമെന്ന് അള്ളാഹിനോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യാനാ? എന്റെ ഭർത്താവ് അബൂ സലമയേക്കാ ഏറ്റവും മിടുക്കനായ, ഏറ്റവും നല്ല ശക്തനായ ഒരു ഭർത്താവ് ലോകത്ത് വേറെ ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആരാണ് നീ എന്റെ അടുത്തേക്ക് വരിക? ഞാൻ ഒരുപാട് പ്രായമായി പോയല്ലോ. എന്നാലും ഈ ദുആ നബി തങ്ങൾ പഠിപ്പിച്ചതല്ലേ, അതുകൊണ്ട് ചെല്ലാം, അല്ലാഹു കൂലി തരുമെന്ന് പറഞ്ഞ് ചൊല്ലിക്കൊണ്ട് കരഞ്ഞിരുന്നു. ഫലമ്മൻ ഖലത്ത് ഇദ്ദത്തി. ഉമ്മു സലമയുടെ യുദ്ധ കഴിഞ്ഞപ്പോ ആ മഹദി പറയുന്നു, സഹാബത്തെ, ഖതബനി റസൂലുള്ളാഹ്, ഖതബനി റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ ഉമ്മു സലമയെ വിവാഹം ആലോചിച്ചു ചെന്നു. ത്വാഹ റസൂലുള്ളാഹേ തിങ്കൽ ഹബീബുല്ലാഹേ, ത്വാഹ റസൂലുള്ളാഹേ തിങ്കൽ ഹബീബുല്ലാഹേ. ത്വയ്ബ പദീൻ ജീവേ തൗഹീദൊളി നീലാവേ. അർശിൻ കുർശിനും അധിപതി ഉടയോന്റെ ഹസനത്ത് ഉലകത്തിലുരച്ചപ്പുവേ. അർശിൻ കുർശിനും അധിപതി ഉടയോന്റെ ഹസനത്ത് ഉലകത്തിലുരച്ചപ്പുവേ. ത്വാഹ റസൂലുള്ളാഹേ തിങ്കൽ ഹബീബുല്ലാഹേ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ വിവാഹം ആലോചിച്ചപ്പോ ഉമ്മു സലമ ഞെട്ടിപ്പോയി. എന്റെ ഭർത്താവിനെക്കാളും എന്തുകൊണ്ട് യോഗ്യനാണ്, എന്റെ ഭർത്താവിനെക്കാളും എന്തുകൊണ്ട് എനിക്ക് ചേർന്നവനാണ്. പക്ഷേ റസൂലുള്ളാഹിയുടെ കൂടെ പ്രകാശമുള്ള ശരീരത്തിൽ ഒട്ടിക്കിടക്കുന്ന രാത്രിയിൽ പോലും തന്റെ ഭർത്താവിന് ഞാനും മറന്നു